മുതൽ തിമിർത്ത് പെയ്യുന്ന ഈ മഴയുടെ ഒരു സാഹചര്യം കൊണ്ടാണ് നമ്മുടെ സദസ്സ് ശുഷ്കിച്ചു പോയത്. മാത്രമല്ല, നമ്മളിത് സ്വീകരണം കൊടുക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ കേരളത്തിന് പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഹൈസ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികൾ വീട്ടിലേക്ക് എത്താനുള്ള സമയമാവുന്നേ ഉള്ളൂ. ഞാൻ ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന രീതിയിലാണ് ഈ തവണത്തെ 2023-24 അധ്യയന വർഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 30ഓളം കുട്ടികൾ ഉന്നത നിലവാരം പുലർത്തി SSLC, +2, അതിന് അപ്പുറത്ത് PGയിലും ഡിഗ്രിയിലും അതേപോലെ മത പണ്ഡിതന്മാരെ കൂടി ഈ ഒരു വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വിശിഷ്ട വ്യക്തി ഒരുപാട് കാര്യങ്ങൾ അനുഭവ സമ്പത്തിലൂടെ നമുക്കറിയാം. ഇത്തരം മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ ഒട്ടനവധി പരിപാടികളിൽ സംബന്ധിച്ച് വിജ്ഞാനാർഹമായ കാര്യങ്ങൾ നമ്മോട് പറയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം കവർന്നെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ സായാഹ്നത്തെ വരവേൽക്കുന്നത്. കഴിഞ്ഞ 4-ാം തീയതി ആയിരുന്നു നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു കുഞ്ഞുമോൻ ഈ 4-ാം തീയതി 3-ാം തീയതി രാത്രി കരിയാടിൽ നിന്ന് ആക്സിഡൻ്റ് ആവുകയും ഗുരുതര പരിക്കോടുകൂടി കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതിൻ്റെ കാരണത്താലാണ് നമ്മൾ അന്ന് പരിപാടി മാറ്റിവെച്ചത്. ആബിദക്കയുടെ ഡേറ്റ് വാങ്ങിക്കുകയും പിന്നീട് അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ തന്നെ ഈ ഒരു ചടങ്ങ് നടത്തണമെന്ന ഞങ്ങളുടെ കമ്മിറ്റിയുടെ, ഈ പ്രദേശത്തുകാരുടെ അതിയായ ആഗ്രഹത്തിൻ്റെ ഫലമാണ് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വമാണ് ആബിദക്ക. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വ്യക്തിബന്ധവും കുടുംബബന്ധവുമുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ നാടിന് വേണ്ടി, മഹല്ലി ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി, അതോടൊപ്പം നമ്മോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന കിംജ അബുദാബിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ഏറ്റവും ആദരണീയനായ നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി, എൻ്റെ മാന്യ സ്നേഹിതൻ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ, ഇവിടെ സന്നിധരായ ഭരതൻ മാസ്റ്റർ അടക്കമുള്ള സ്റ്റേജിൽ ഉപവിഷ്ടരായ സഹപ്രവർത്തകരെ, നേതാക്കളെ, അതിലെല്ലാം ഉപരി ഈ പ്രതികൂല കാലാവസ്ഥയിലും ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടി വീക്ഷിക്കാൻ ഇവിടെ സന്നിധരായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കിടങ്ങി മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഹാരി സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിസര പ്രദേശത്ത് നിന്ന് വ്യത്യസ്തമായി ഞങ്ങളുടെ ഈ കിടങ്ങി പ്രദേശം വിദ്യാഭ്യാസപരമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അതിൽ നിന്ന് ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ പല സംഘടനകളുടെയും പ്രവർത്തന ഫലമായി, വിശിഷ്യ കിടങ്ങി മഹല്ല് കമ്മിറ്റിയുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് ഇന്ന് ഇത്തരത്തിൽ ഏകദേശം 10-32 പല മേഖലയിലുള്ള കുട്ടികളെ ആദരിക്കാനുള്ള ഒരവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, വിദ്യാഭ്യാസപരമായി ഒരു നാട്, ഒരു പ്രദേശം ഉയരുമ്പോൾ മാത്രമാണ് ആ പ്രദേശം പൂർണ്ണമായി നമുക്ക് വികസനത്തിൻ്റെ അല്ലെങ്കിൽ പരിപൂർണതയിൽ എത്തുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കിടങ്ങി പ്രദേശം, വിശിഷ്യ കിടങ്ങി മഹല്ല് പരിധിയിൽപ്പെടുന്ന പ്രദേശം ഇന്ന് ഒട്ടനവധി ബിരുദാനന്തര ബിരുദധാരികളും അതേപോലെ തന്നെ എഞ്ചിനീയർമാരും ഡോക്ടർമാരുമുള്ള മെഡിക്കൽ രംഗത്തൊക്കെ ബിരുദം നേടിയ ഒട്ടനവധി
വിദ്യാർത്ഥിനികളുള്ള ഒരു പ്രദേശമായി മാറ്റാൻ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ്. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ആബിദ് ഖാൻ, ഇന്ന് രാവിലെ ഞങ്ങൾ ആബിദ് ഖാനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം സൗകര്യപൂർവ്വം ഞങ്ങൾ അയാളെ റൂമിൽ വിളിച്ച് നമ്മുടെ പ്രദേശത്തിൻ്റെ ഒക്കെ അവസ്ഥ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടിയ ഒട്ടനവധി ആശയങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുകയും ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയങ്ങൾ, മനസ്സിൽ ഉള്ള ആശയങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കേണ്ടായി. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആബിദ് ഖാനെ പോലത്തെ തീക്ഷണശാലികളായ വ്യക്തികൾ ഒരു പ്രദേശത്ത് ഉണ്ടെങ്കിൽ ആ പ്രദേശം എന്തുകൊണ്ടും വികസിക്കും, അത് അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഉള്ള പല കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്തു. സ്വാഭാവികമായും കെടഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം ആബിദ് ഖാക്ക് നല്ല പരിചയമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട കാവുള്ളതിൽ മമ്മു സാഹിബൊക്കെ ഈ കെടഞ്ഞി പ്രദേശത്തെ ഒട്ടനവധി വ്യക്തികളുമായി അഭേദ്യമായ ബന്ധം പുലർത്തി വന്ന വ്യക്തിയാണ് എന്ന് ആബിദ് തന്നെ പല പ്രാവശ്യവും ഞങ്ങളുടെ രഹസ്യ സംഭാഷണത്തിലൊക്കെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരവസരത്തിൽ കെടഞ്ഞി മഹല്ല് കമ്മിറ്റിയും ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികൾ അധിവസിക്കുന്ന അബുദാബിയിൽ ഞങ്ങളുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കിംജ അബുദാബിയും സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിന്ന് മിടുക്കരായ വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന ഈ ചടങ്ങിന് രൂപം നൽകിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷദായകമായ ഒരു നിമിഷമാണ്. നേരത്തെ ഹാരിസ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 4-ാം തീയതി ആയിരുന്നു ബഹുമാനപ്പെട്ട ആബിദ് ഖയുടെ ഡേറ്റ് നമുക്ക് തന്നത്. വളരെ തിരക്ക് പിടിച്ച ഈ വരവിനിടയിലും കെടഞ്ഞി പ്രദേശത്ത് നിന്ന് ഞങ്ങൾ പോയപ്പോൾ തന്നെ ആബിദ് ഖ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചതല്ലേ, പിന്നെ നിങ്ങൾ വെറുതെ ഈ വിഷമിച്ച് ഇവിടെ വരെ വന്നത് എന്തിനാണ് എന്നാണ് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ആബിദ് ഖ ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾ ക്ഷണിച്ചതും നിങ്ങൾ ക്ഷണം സ്വീകരിച്ചതൊക്കെ ടെലിഫോൺ മുഖാന്തരമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞപ്പോൾ, കെടഞ്ഞി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളെ മാത്രം ഒരു നാടല്ല, എൻ്റെതും കൂടി നാടാണ് കെടഞ്ഞി, അതുകൊണ്ട് കെടഞ്ഞിയിലൊക്കെ വരാൻ എന്നെ നിങ്ങൾ അത്തരത്തിൽ ക്ഷണിച്ചാൽ മതിയല്ലോ എന്ന് കൂടി പറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം അത് വല്ലാത്തൊരു സന്തോഷത്തിന് ഇട നൽകിയ ഒരവസരമായിരുന്നു. ഏതായാലും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം വളരെയധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആബിദ് ഖാനെ ഈ പരിപാടിക്കൊക്കെ ലഭിച്ചത്, ഞങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു അവാർഡ് ദാനം നടത്തണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ആരെയാണ് നമ്മൾ പങ്കെടുപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞത് ബഹുമാനപ്പെട്ട ആബിദ് ഖാനെ കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം നന്നാകും എന്നുള്ള ഒരു ചർച്ച വരികയും ആബിദ് ഖായി ബഹുമാനപ്പെട്ട ഹാരിസ് ആദ്യം തന്നെ ബന്ധപ്പെട്ടപ്പോൾ വളരെ നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെ എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം കെടഞ്ഞി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ ഒന്നും അല്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെ ഇസ്ലാമിക പരിചരണങ്ങളും പള്ളിയും മദ്രസയും സെറ്റപ്പും അന്നത്തെ ഇവിടുത്തെ മഹത്തുക്കളായ നാട്ടുകാരന്മാർ ഒരുപക്ഷെ അവരുടെ സാധ്യമായ രീതിയിൽ വളരെ മഹത്തരമായ രീതിയിൽ തന്നെ ഇവിടെ ദീനിയുടെ ചൈതന്യം നിലനിൽക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോയതും നടന്നതുമായ പ്രദേശം തന്നെയാണ് കെടഞ്ഞി. അവിടെ കാലഘട്ടത്തിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ വരുന്നു. വിദ്യാഭ്യാസ പുരോഗതി കൈവരിച്ച ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ് ദാനം നടത്തുന്നു, അവരെ ആദരിക്കുന്നു. വലിയൊരു അബദ്ധത്തിൽ പെട്ടുപോയ കുട്ടികളെ രക്ഷപ്പെടുത്തിയവരെ നമ്മൾ ഓണർ ചെയ്യുന്നു. ഈ ദേശത്തു നിന്ന് പണ്ഡിത വിജ്ഞാനം നേടിയ പണ്ഡിതരായി ചേർന്ന ആളുകളെ കൂടി എല്ലാവിധ വിദ്യാഭ്യാസത്തെയും
ഒരേ വീക്ഷണത്തിൽ കണ്ടുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഹോണർ ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ അവരൊക്കെ ആദരിക്കുന്നു. അങ്ങനെ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുന്നു. അതൊക്കെ വളരെ സന്തോഷകരമാണ്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ നാട് കടിഞ്ഞാണ്, എൻ്റെ നാട് മത്തിപ്പറമ്പാണ്, എൻ്റെ നാട് പുല്ലൂക്കരയാണ്, പെരിങ്ങത്തൂരാണ് എന്നിങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ അത്യധ്വാനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ കൈവരിച്ചു എന്നത് അത് അഹങ്കരിക്കാനുള്ളൊരു വസ്തുതയല്ല. കഴിഞ്ഞ ദിവസം സംസ്ഥയുടെ പ്രസിഡന്റ് ജിപ്പി മുത്തുകാരത്തൽ എന്തോ സംഗതിക്ക് വിളിച്ചും പറഞ്ഞു, ഇങ്ങനെ പണ്ഡിതൻ പാണ്ഡിത്യം കൊണ്ട്, സമ്പത്തുള്ള സമ്പത്ത് കൊണ്ട്, അധികാരമുള്ള അധികാരം കൊണ്ട്, അഴകുള്ളവൻ അഴകുകൊണ്ടൊക്കെ അഹങ്കരിക്കുന്ന ഒരു കാലഘട്ടമായത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നല്ല പദപ്രയോഗമായി തോന്നി. നമുക്കെന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവുന്നത് അത് മറ്റെന്തിനോടെങ്കിലും എന്തെങ്കിലും കാണിക്കാനുള്ളതല്ല എന്നാണല്ലോ നമ്മൾ ധരിക്കേണ്ടത്. നമ്മളെ ഈ ദേശവും എല്ലാ ദേശവും നമ്മൾ മഹല്ല് ജമാഅത്തൊക്കെ ശാക്തീകരിച്ചും അതൊക്കെ ഉന്നതീയമായ സ്ഥാനങ്ങളിൽ എത്തിക്കൊണ്ടും വിദ്യാഭ്യാസ പുരോഗതിയും സാമൂഹ്യ പുരോഗതിയും മറ്റ് എല്ലാവിധ ശാരീരിക എല്ലാ നോളജും നമ്മൾ നേടിക്കൊണ്ട് പോകുക തന്നെയാണ് നമുക്ക് സാധിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യവന്മാരാണ്. കാരണം ഇത്ര വലിയൊരു മനോഹരമായ പള്ളി എടുക്കുമ്പോൾ നിങ്ങൾക്കാർക്കും വലിയ പേരൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ എല്ലാ ദേശത്തും ദേശവാസികളെ കൊണ്ടാണ് നമുക്ക് അതൊക്കെ നിർമ്മിക്കേണ്ടി വരുന്നത്. ഇത് നമുക്കൊരു വലിയ തൗഫീക്കിൽ മറ്റൊരു രീതിയിലാണ് പള്ളി വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ അത്യന്താപേക്ഷിതമാണ് പള്ളി, മദ്രസ, അതുപോലെ വിജ്ഞാന കേന്ദ്രങ്ങൾ. നമ്മളെ വീട് എങ്ങനെ കെട്ടിപ്പടുക്കുന്നുവോ അല്ലെങ്കിൽ നമ്മളെ മറ്റ് സൗകര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നുവോ അതിലേറെ അല്ല അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നമുക്ക് ഈ മഹല്ല് ജമാഅത്തും മഹലിലെ അത്യാവശ്യ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടത്. അതിന് നമുക്കൊരു എക്സ്ക്യൂസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. പഴയ കാലഘട്ടത്തിൽ മഹല്ല് ജമാഅത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് പള്ളി മദ്രസ മാത്രം പരിപാലിക്കാനുള്ളതാണ്. എന്നാൽ അന്ന് വിദ്യാഭ്യാസപരമായി അത്രമാത്രം കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളൊക്കെ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൈനയിൽ പോയി വിദ്യ അഭ്യസിക്കണം എന്ന് പറയുകയും അല്ലെങ്കിൽ പഠിപ്പിക്കുകയും ഐതിഹാസിക യുദ്ധങ്ങളൊക്കെ നടന്നപ്പോൾ യുദ്ധത്തടവുകാരെ വിട്ടയക്കാൻ തൻ്റെ കൂട്ടത്തിൽ 10 ആളെ അക്ഷരാഭ്യാസം പഠിപ്പിക്കുമോ എന്നൊക്കെ പഠിപ്പിച്ച് വിട്ട നമ്മൾ എവിടെയോ വെച്ച് ചരിത്രപരമായ കാരണങ്ങളാൽ എന്നിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടു പോയൊരു സമൂഹമാണ്. അപ്പം നമ്മളോട് പഠിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അത് പിൽക്കാലത്ത് എവിടെയാണ് ഇംഗ്ലീഷ് ഹറാമായത് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്ന് ചിന്തിക്കാൻ വളരെ ഏതാണ്ട് കുറേ നൂറ്റാണ്ടുകൾ കഴിയേണ്ടി വന്നു. അത് ഖിലാഫത്തുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും ഇപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതായത് നൂറ്റാണ്ടും നമ്മളെ സമൂഹവും നമ്മളെ ലോകവും ഒക്കെ ഇങ്ങനെ അതിഫാസ്റ്റായി ഡെവലപ്പ് ചെയ്യുമ്പോൾ കിടങ്ങി എന്നൊരു പ്രദേശത്തിനോ കരിയാട്, പുല്ലൂക്കര എന്നെങ്കിലൊക്കെ നമ്മൾ കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്ത് മയ്യഴിപ്പുഴയുടെ ഓരത്താണ് അല്ലെങ്കിൽ വേറെ പ്രദേശത്താണ് നമുക്ക് വികസനം ഇല്ല എന്നൊക്കെ ചിന്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾക്ക് അതിലൊന്നൊരു എക്സ്ക്യൂസ് ഇല്ല. കാരണം ഇപ്പോൾ നിങ്ങളിവിടെ നിന്നിട്ട് ലോകത്ത് നെറ്റ് മുഖേന ലോകത്തിൽ സംസാരിക്കുന്നു, സംവദിക്കുന്നു, ഒരു സെക്കൻഡോട് വിരൽത്തുമ്പിൽ കൂടി ലോകത്തെ ബന്ധപ്പെടുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ പിന്തള്ളപ്പെട്ടു പോയി അല്ലെങ്കിൽ നമുക്ക് സാധ്യമല്ല അല്ല അതൊക്കെ ഇങ്ങനെ നമ്മളെ കുഞ്ഞിങ്ങനെ നടക്കാത്ത കുഞ്ഞ് കുറേശ്ശെ ഇങ്ങനെ കൈപിടിച്ച് നടക്കുന്നുണ്ട്, പിച്ച വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നിടത്തല്ല നമ്മളിപ്പോഴുള്ളത്. കാരണം നമ്മളും അതായത് അതിഫാസ്റ്റായി തന്നെ കാലത്തോടൊപ്പം തന്നെ സമുദായത്തിൻ്റെ ദീനിൻ്റെ ഒക്കെ അച്ചടക്കത്തോട് സ്ത്രീ പുരുഷ ഭേദമന്യം ഇല്ലാതെ ഡെവലപ്പ് ചെയ്യും വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കേണ്ടയും ചുമതല ഒരു മഹല്ലത്തിൻ്റെതാണ്. തൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതാണ് നമ്മളെ മഹല്ല് അല്ലെ തൊട്ടടുത്ത സിറ്റി അല്ലെ നമ്മളെ മറ്റൊരു കുടുംബം എന്ന് പറയുന്നത് മഹല്ലാണ്. അപ്പോൾ ആ മഹല്ലത്തിൽ പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകളിലും പല സാഹചര്യമുള്ള ആളുകളുമുണ്ട്. അവരൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൈപിടിച്ചുയർത്തി സാമൂഹ്യവൽക്കരിച്ച് അവരെങ്കിലും ശാക്തീകരിച്ച് കൊണ്ടുവരേണ്ട ചുമതലയുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ മൈക്രോ ഫൈനാൻസ് അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഈ ദേശത്ത് ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം മഹല്ലത്തിൻ്റെതാണ്. ഇപ്പോൾ കുടുംബശ്രീ പോലെ ചില പദ്ധതികൾ മഹല്ലുകൾക്ക് ആരംഭിക്കാവുന്നതാണ്. ആ പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മളെ ദേശത്തും മറ്റു തൊട്ടടുത്തുള്ള കൊച്ചു കൊച്ചു ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ക്വാളിറ്റിയോടുകൂടെ ഉണ്ടാക്കാൻ നമുക്ക് സപ്ലൈ ചെയ്ത് പറ്റും. ഫുഡ് തന്നെ നമുക്കറിയാമല്ലോ, എല്ലാവിധ ടെക്നോളജി ഫുഡ് വന്നപ്പോഴും
നമുക്കറിയാം പിസ വന്നു, അല്ലെങ്കിൽ അതുപോലത്തെ KFC, മറ്റേ AFC, എല്ലാവിധ ഫുഡ് വന്നപ്പോഴും നമ്മളെ ബിരിയാണിക്കും നമ്മളെ പഴംപൊരിക്കും നമ്മളെ ഇറച്ചിപ്പത്തിനും ഒക്കെ ഡിമാൻഡ് ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു പ്രൊഡക്റ്റായി സപ്ലൈ ചെയ്ത് ഇവിടെ ജോലിയില്ലാത്ത ആൾക്ക് ജോലി നേടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഏതിലേക്കില്ലാണ് നമ്മൾ കടന്നു പോകുന്നത്? നമുക്കൊന്നിലും തന്നെ ഒരു എക്സ്ക്യൂസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. എല്ലാവർക്കും എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ കൈവരിക്കണം. ഇവിടെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറയാ, അൽഹംദുലില്ലാ, ഇന്ന് ഹാരിസും കുഞ്ഞമ്മജിക്കൊക്കെ പറഞ്ഞു ഇവിടെ കുറച്ച് എഞ്ചിനീയേഴ്സ് വന്നിട്ടുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, വന്നു. പക്ഷെ നിർബന്ധമാണ് നമുക്ക് ഒരു മഹല്ലത്തിൽ മിനിമം 5 എഞ്ചിനീയർ വേണം, 1 ജഡ്ജി എങ്കിലും വേണം, അതുപോലെ ഒരു 2-3 CI, 4-5 SI-മാർ, അതുപോലെ മറ്റ് അഡ്വക്കേറ്റുമാർ, എല്ലാ വിദ്യാഭ്യാസം നേടിയ ആളുകളും നമുക്കൊരു മഹല്ലത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. ഒരു ജഡ്ജിയെ സാധിക്കണമെന്നതാണ്. ഇത് ഇപ്പോൾ നമ്മുടെ ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ മഹല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദര സമുദായത്തിലുള്ള ആളുകളെയും കൂടി ചേർത്ത് പിടിച്ച് പഠിക്കാൻ അവർ തയ്യാറുണ്ടെങ്കിൽ, അവർക്ക് അസൗകര്യമുണ്ടെങ്കിൽ അതുകൂടി ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. കാരണം അന്നേരം മാത്രമാണ് നമുക്ക് ഒരു സാമൂഹ്യ ശാക്തീകരണം, സാമൂഹ്യമായ ഒരു വിപുലീകരണം ഉണ്ടാവുക. അതായത് നമുക്ക് പിന്നെ ഇപ്പോൾ സ്വസമുദായത്തിൽ നിന്ന് കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നതൊരിക്കലും കമ്മ്യൂണലല്ല. അതിപ്പോൾ ന്യൂനപക്ഷത്തിന് പല കാരണങ്ങളാലും പിന്തള്ളപ്പെട്ടു പോയ ന്യൂനപക്ഷത്തിന് വിദ്യാഭ്യാസപരമായി ഒരുപാട് സ്കോളർഷിപ്പും ഒരുപാട് റിസർവേഷനൊക്കെ ഉണ്ടല്ലോ ഇവിടെ തന്നെ, ഗവൺമെന്റിന് തന്നെ. ആ കൂട്ടത്തിൽ അത് ചെയ്യുമ്പോൾ മറ്റുള്ള ആൾ തെറ്റരിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് ആ കൂട്ടത്തിൽ എല്ലാ വിഭാഗത്തെയും കൂട്ടിപ്പിടിച്ച് തന്നെയാണ് നമുക്കൊരു മഹല്ലത്തിൽ എല്ലാവിധ ശാക്തീകരണം എന്ന് പറയുമ്പോൾ. ഇപ്പം നമുക്കറിയാലോ, കക്കൂസ് മാലിന്യം തലയിൽ ഏറ്റ് നടക്കേണ്ടി വന്നാലും മറ്റൊരാളോട് അപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളാണ് നമ്മൾ. അപ്പോൾ പലർക്കും പ്രയാസം വരുമ്പോൾ അവർ അങ്ങനെയൊക്കെ പോകേണ്ടി വരുന്നതും അത് മഹല്ലത്തിന് ക്ഷീണമാണ്. അപ്പോൾ അവിടെ നമുക്ക് അത്തരം കാര്യങ്ങൾ, ഒന്നിപ്പോൾ ആളുകളുടെ ലൈഫ് സ്റ്റൈലിനോട്, ഇവിടെ ഇപ്പോൾ ഹാരിസ് പറഞ്ഞു വിദ്യാഭ്യാസം, അതുപോലെ ലൈഫ് സ്റ്റൈലിൽ ഉസ്താദുമാരൊക്കെ ഈ ഘോരഘോരം വഴുതുകളല്ലെങ്കിലും അവരെ പിടിച്ചിരുത്തി അതിൽ സൂക്ഷ്മത പുലർത്തേണ്ടത്, അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് വരുമ്പോൾ നാളുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കടബാധ്യത പ്രശ്നങ്ങൾ, അതുമുഖം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ തോന്നൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാലോ, ഒരു മഹല്ലത്തിൻ്റെ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഭാരവാഹികളെന്ന് എന്നോട് പണങ്ങരുത്. കാരണം നിങ്ങളൊക്കെ ഒരു റിമോട്ടിൽ ഇത് നടത്തിക്കളയാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അതായത് പ്രസിഡന്റ്, സെക്രട്ടറി, രാജ്യമാർക്കൊക്കെ നടക്കുന്ന മർസിയും പള്ളിയും ഉസ്താദും അങ്ങ് നടന്നു പോകുന്നുണ്ടല്ലോ, അതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മഹൽ ജമാഅത്തിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ എവിടുന്നെങ്കിലും വരുന്ന ഗൾഫിൻ്റെ പൈസ കൊണ്ട് സാലറി കൊടുത്തങ്ങ് തടിതപ്പലല്ല. അതായത് എന്നെ സംബന്ധിച്ച് വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ജോലിയില്ലാത്ത ആളുകളായിരിക്കണം പ്രസിഡന്റ്, സെക്രട്ടറി. ആ സമയം ഇതിനു വേണ്ടി റിട്ടയർഡ് അധ്യാപകന്മാരോ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ അത്യാവശ്യ സംവരണം വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രസിഡന്റ് അതിനൊക്കെ പറ്റുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ കുറച്ചുകൂടിയും ആദ്യം മോട്ടിവേറ്റ് ചെയ്തേണ്ടത് എനിക്ക് തോന്നുന്നത് നമ്മളെയാണ്, കുട്ടികളെയല്ല, കുടുംബങ്ങളെയല്ല. നമ്മളുടെ ഉത്തരവാദിത്വത്തിൻ്റെ കാഠിന്യം, ഗൗരവം അത്രമാത്രമാണ്. കാരണം എല്ലാ വിദ്യാഭ്യാസവും നമുക്കറിയാലോ, പഴയ കാലത്ത് ഇപ്പോൾ കടിഞ്ഞിന്നും മറ്റിപ്പം നമ്മൾ പ്രദേശത്തെല്ലാം ഗൾഫിൽ ധാരാളം ആളുകൾ പോയിട്ടുണ്ട്. അവരൊക്കെയും ഒറ്റയാനായാണ് ജീവിച്ചത്. ഒരിക്കലും അവർ കുടുംബസമേതമല്ല അവരുടെ ജീവിതമുണ്ടായത്. ഭാര്യ എവിടെയും ഭർത്താവ് അവിടെ ആയിട്ട് തന്നെയാണ്. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാൻ പാടില്ല. കാരണം അതിന് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഒരു പ്രൊഡക്റ്റീവായ വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ, കൺസ്ട്രക്റ്റീവായ ചിന്തകളില്ലാതെ, അതായത് ഇവിടെ നിന്ന് ആരെങ്കിലും കാണിച്ചിരുന്ന BA BCom നേടി തിരിച്ച് അവിടത്തേക്ക് പോകുമ്പോൾ നല്ല ജോലി കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി സ്റ്റാറ്റസ് ഇല്ലാത്തതുകൊണ്ട് അന്ന് കെട്ടിച്ചു കൊടുത്ത അവരെല്ലാം തന്നെ അവരെ മക്കളെയും കെട്ടിക്കുന്നത് അങ്ങനെ രണ്ടറ്റത്ത് ജീവിക്കുന്ന ആളുകൾക്കാണ്, കൂടെ ജീവിക്കുന്നിടത്തല്ല. ഇതൊക്കെ നമ്മളെ തോട്ട്സിൽ, നമ്മളെ ചിന്തയിൽ വരേണ്ടത് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ നമ്മളെ മക്കളുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ അവരിങ്ങനെ ഇറങ്ങി അല്ലെങ്കിൽ ചുരുങ്ങി, ഇപ്പോൾ നമുക്കറിയാലോ, നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ സമൂഹത്തിൽ ആരൊക്കെയുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ച് അതൊന്നും ഷെയർ ചെയ്യാൻ, അപ്പുറത്ത് പോകാനോ പറയാനോ അറിയില്ല. കാരണം ഒരുപാട് ടെൻസ്ഡ് ആണ് അവർ. അപ്പോൾ ഇതിനൊക്കെ ആരാണ് പരിഹാരം കാണുക? പാണക്കാട്ട് തങ്ങന്മാർക്കാർക്കും ഇവിടെ വന്ന് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുകയില്ല. കുഞ്ഞാലി സാഹിബിനോ ലീഗിൻ്റെ നേതൃത്വത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒരു മഹല്ലത്തിൻ്റെ ജനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി, അല്ലെങ്കിൽ സാമൂഹ്യ പുരോഗതി, അല്ലെങ്കിൽ ശാക്തീകരണം, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് പുരോഗമനത്വം അവർക്കാർക്കും നിങ്ങൾക്കാർക്കും നമ്മളെ ലീഡേഴ്സ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിഭാഗത്തിന് നമ്മൾ നോക്കേണ്ടതില്ല.
കാരണം അവർക്ക് സാധ്യമല്ല. ഇത് എല്ലാ നാട്ടിലെയും എല്ലാ പ്രദേശത്തെയും എല്ലാ മഹല്ലത്തിലെയും പ്രശ്നമാണ്. കാരണം ഇതേക്കുറിച്ചൊരു തോട്ട്സ് ഇല്ല. ഇന്ന് നമ്മൾ ഉസ്താദുമാരോടായിരുന്നാലും അല്ല മറ്റു ടീച്ചേഴ്സിനോടൊക്കെ പറയുന്നത്, നിങ്ങൾ തലനിറച്ച് വിജ്ഞാനമല്ല കൊടുക്കേണ്ടത്, തലനിറച്ച് തോട്ട്സാണ്, കാഴ്ചപ്പാടുകളാണ്, വീക്ഷണങ്ങളാണ്. അപ്പോൾ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാവുമെന്നാണ് ഞാനല്ല എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണരും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പം മാത്രമേ ഒരു കാഴ്ചപ്പാടോടുകൂടി പോകും. അല്ലെങ്കിൽ എല്ലാവരെയും മനസ്സിൽ നിങ്ങൾക്കൊക്കെയും അതായത് ആരോ നിങ്ങളോട് പറഞ്ഞു വന്ന പോലെ, അതായത് ഇപ്പോൾ നമ്മളെ സ്ത്രീകൾ അവർക്കിപ്പോൾ അതായത് 22 വയസ്സ് കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും ഒരു ഡിഗ്രിക്ക് ശേഷം വിദ്യാഭ്യാസം പാടില്ല എന്നൊരു തോട്ട്സാണ്. ആര് പറഞ്ഞു? ഏത് കിതാബിൽ ഏത് വിദ്യാഭ്യാസ രേഖകളിലുണ്ടത്? ഇപ്പോൾ നമുക്കറിയാം, സമസ്ത വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഓൺലൈനിലായി ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ മഹല്ലത്തിലെയും വിദ്യാഭ്യാസം നേരത്തെ കിട്ടാത്ത നമ്മളെ വയോധികരായ രക്ഷിതാക്കളെ കൂടി പഠിപ്പിക്കാനുള്ള സംവിധാനമാണ്. അവരൊക്കെ മിനിമം ഒരു 10ാം ക്ലാസ് മദ്രസ വിജ്ഞാനവും 10ാം ക്ലാസ് ഭൗതിക വിജ്ഞാനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പാസ്സാക്കുന്നത് മാത്രമല്ല, മഹല്ല് ജമാഅത്തിന്റെ വക ഒരു സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കാൻ തയ്യാറാവണം. ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ ഒരു ചെറിയ കുട്ടികൾ ചെയ്യുന്ന ഏത് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൂടി വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യണം. അല്ലാതെ അതായത് രാവിലെ 5 മണിക്ക് ടട്ട എണീറ്റ് മറിച്ച് പോണെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം നമ്മൾ കൂടി എണീറ്റിട്ട്, അതായത് കാലത്ത് നമ്മൾ കൂടി വലിയ 8ാം ക്ലാസ്സിലാണെങ്കിലും 10ാം ക്ലാസ്സിലായാലും ഒന്ന് നമ്മൾ കൂടി ഉണർന്നിട്ട് വേണം അവർ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. കുട്ടികൾ പഠിക്കുന്നിടത്ത് നമ്മൾ ഇരിക്കണം വരെ കൂടെ. നമുക്ക് ആ പറഞ്ഞു കൊടുക്കാനുള്ള അറിവില്ലെങ്കിലും അത് അവർക്കൊരു മോട്ടിവേഷൻ ആയിത്തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ ഇത് നമുക്കിപ്പോൾ ആരെങ്കിലും ഇവിടെ ഇങ്ങനെ വന്നിപ്പോൾ ഞാനോ അല്ല അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അറിയുന്ന മുറി എഴുതിയ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു സമൂഹം ഒരു പ്രദേശം രക്ഷപ്പെട്ടു പോകണമെന്നില്ല. സ്വയം തോട്ട്സിലൂടെ, സ്വയം തിങ്കിങ്ങിലൂടെ, നമ്മളെ പരിശ്രമത്തിലൂടെ. ഇപ്പോൾ ജലീൽ നല്ല ഒരു ഇവിടെ എല്ലാ എക്സാം കാലഘട്ടത്തിലും സ്വമേധയാ ഇൻട്രസ്റ്റ് എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു പറഞ്ഞേ. എനിക്ക് പണ്ട് തന്നെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ജലീൽ. എവിടെയും സ്നേഹം പൊതിക്കുന്നുണ്ട്, എവിടെ കണ്ടാലും ഓടി വന്ന് മീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ധർമ്മങ്ങളും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും ഓരോരുത്തർക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്തു പോകണം. പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളിങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഫണ്ട് ദാതാവായി മാത്രമല്ല വരേണ്ടത്. നിങ്ങൾ കാര്യങ്ങളിലേക്കുള്ള നിങ്ങൾക്ക് കൂടി ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മളെ സമൂഹം, നമ്മളെ ദേശം മാറിയേ പറ്റും, മാറ്റിയേ പറ്റും, കുട്ടികളെ പഠിപ്പിച്ചേ പറ്റൂ എന്ന ചിന്തയിലേക്ക് വരണം. നമുക്കറിയാലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, മേജർ സർജറി അള്ളാഹു താല കാത്തിരിച്ചുകിട്ടെ. നാളെ നമ്മൾക്കൊക്കെ വലിയ രോഗങ്ങളൊക്കെ ഇപ്പോൾ സർജറി ചെയ്യുന്നത് റോബോട്ടാണ്. അത്രമാത്രം ഡെവലപ്പായി കഴിഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ച് അതുപോലെ നമുക്കറിയാം, ഇസ്ലാമിൻ്റെ മുറ്റത്ത് നിന്ന് ചിന്തിക്കുന്ന അതിൻ്റെ അച്ചടക്കത്തോടുകൂടെ, അതിൻ്റെ കുടുംബത്തിൻ്റെ അച്ചടക്കത്തോടു കൂടിയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ സ്ത്രീകളെ നമുക്കിങ്ങനെ പറയും, അതായത് ഗാന്ധിജിയും അതുപോലത്തെ പ്രഗത്ഭരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫസ്റ്റ് ടീച്ചർ ഈസ് മദർ ഈസ് ഫസ്റ്റ് ടീച്ചർ ഈസ് ആൻഡ് ബെസ്റ്റ് ടീച്ചർ. അപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യത്തെ ടീച്ചർ ആര് എന്ന് ചോദിച്ചാൽ അത് മാതാവാണ്. ആ കുട്ടിയെ എല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് ആ കുട്ടിയുടെ സ്വർഗമെന്ന്. അതേപോലെ എല്ലാ മഹത്വങ്ങളും കണ്ടിട്ടുണ്ട്. ആരാണ് ഒരു കുട്ടിയെ കുടുംബപരമായ മാന്യത പഠിപ്പിക്കുന്നത്? അവിടെ കാണിക്കേണ്ട റെസ്പെക്ട് ആരാണ് പഠിപ്പിക്കുന്നത്? ഉമ്മയാണ്. അതായത് നമ്മളെ കുടുംബത്തിലെ സീനിയറെ അല്ലെങ്കിൽ നമ്മളുടെ വലിയ വലിയ ആൾക്കാരെ എങ്ങനെ ബഹുമാനിക്കണം, അവരുടെ മുമ്പിൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് പഠിപ്പിക്കുന്നത് വീട്ടിൽ നിന്നാണ്. രണ്ടാമത് സമൂഹത്തിലേക്ക് വരുമ്പോൾ സമൂഹത്തിലെ പ്രഗത്ഭരെ അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രായം ചെന്നവരെ ഉസ്താദുമാരെ പഠിപ്പിക്കണം, എങ്ങനെ അവരെ മാനിക്കണം, എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് ആരാണ്? അത് ഉമ്മ തന്നെയാണ്. അപ്പൊ എങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഉമ്മയായി തീരണമെങ്കിൽ, ഇപ്പൊ അടുത്ത് ഞാനിങ്ങനെ ഒന്ന് വായിച്ചിരുന്നു, മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയുമ്പോഴും ആ മാതാവ് സ്വർഗീയത കൊടുക്കാവുന്ന ഒരു കാൽച്ചുവടുമായി ജീവിച്ചാലേ അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ അതായത് മാതാവ് സൂക്ഷ്മതയില്ലാതെ ജീവിച്ചു കണ്ടാൽ ആ പദപ്രയോഗത്തിന് ഇന്ന് പ്രസക്തിയില്ല എന്ന് ഞാനിപ്പോൾ അടുത്തിങ്ങനെ വായിച്ചിരുന്നു.
കേൾക്കുമ്പം അത് സത്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയും വേണം സൂക്ഷ്മത. കാരണം ഇപ്പോൾ ഈ മാതാക്കൾക്ക്, അതായത് ഇപ്പം മതവിജ്ഞാനവും ഭൗതികവിജ്ഞാനവും ഇപ്പം വരുന്ന കാലഘട്ടത്തിൽ പല കാർഡുകളും, ആധാർ കാർഡ്, മറ്റു കാർഡ്, ഇതിനൊക്കെ വിദ്യാഭ്യാസം വിദേശത്ത് പോകണമെങ്കിൽ നമുക്കറിയാം, CH ഏതാണ്ട് 981 പ്രസംഗിച്ചു, നിങ്ങൾക്ക് മക്കളെ ഗ്ലാസ് കഴുകുന്ന ജോലിക്ക് വിദേശത്ത് പോകണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവണമെന്ന്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇതെന്തെന്ന്, ഗ്ലാസ് എന്തിനാ 10ാം ക്ലാസ്? ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും അല്ല, ECNR കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് വേണമല്ലോ, അല്ലാണ്ട് കിട്ടൂലല്ലോ. അതുപോലെ തന്നെയാണ് ഇന്ന് അവർക്ക് എൻ്റെ കുട്ടിക്ക് സൂപ്പർ മാർക്കറ്റ് ഒരു സെയിൽസ്മാനും പണി കൊടുക്കുന്നതിന് IT അറിയില്ലെങ്കിൽ എടുക്കാൻ കഴിയില്ല. കാരണം സ്റ്റോക്കൊക്കെ സോഫ്റ്റ്വെയറിലാണ്, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് സോഫ്റ്റ്വെയറിലാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഗ്ലാസ് കഴുകാനായും ശരി, ഹോട്ടലിന്റെ കിച്ചൺ നിയന്ത്രിക്കപ്പെടുന്നത് സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ അതും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഈ പഠനത്തിൽ ഇതൊന്നൊരു ഞാനിവിടെ ഒരു വലിയ വിജ്ഞാനിയായി നിങ്ങളോട് വലിയ പ്രഭാഷണം, ഇതെല്ലാം നമ്മൾ ദൈനംദിന വിഷയങ്ങളാണ്, ദൈനംദിന ചിന്തകളാവേണ്ടതാണ്. ഇത് നമ്മൾ കൂടിയിരിക്കുമ്പോൾ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം ഈ സമൂഹം എങ്ങോട്ട് പോകണം, സമൂഹം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറയല, ഈ പ്രദേശത്തൊക്കെ നമ്മൾ ഒട്ടുമിക്കം കേരളത്തിലൊക്കെയും നമ്മൾ സമ്മിശ്രമായാണ് ജീവിക്കുന്നത്. രാഷ്ട്രീയപരമായി നമുക്ക് 2 ചിന്തകൾ, 2 അഭിപ്രായം ഉണ്ടാവും. എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ നമ്മൾ സഹകരിച്ച് തന്നെ പോകണം. ഒരു ദേശത്ത് ഒരു സ്കൂൾ വരുന്നുണ്ടെങ്കിൽ ആ സ്കൂളിനെ ഇപ്പം ഞാൻ പറഞ്ഞ പൊതുവിദ്യാഭ്യാസത്തെയാണ്, പൊതുമേഖലാ വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ഗവൺമെന്റ് LP സ്കൂൾ, ഗവൺമെന്റ് ആശുപത്രികളൊക്കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു LP സ്കൂളുണ്ട്, ആ LP സ്കൂളിൽ കുറേ പോസ്റ്റിംഗ് കിട്ടും, അതുകൊണ്ട് പൈസ കിട്ടും എന്ന് പറയുന്ന അവസ്ഥയല്ല. LP സ്കൂളിൽ കുട്ടികളൊന്നും കുറച്ചേ ഉണ്ടാവുള്ളെങ്കിൽ കുറച്ച് പോസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടെ ബില്ലിംഗ് എടുത്ത് കൊടുക്കേണ്ടത്, അവിടെ ക്ലാസ് ഇന്നത്തെ ഡിജിറ്റലി കൊടുക്കേണ്ടത് നമ്മളാണ്, നമ്മളെ പൂർവികർ. അത് എന്ന് പറയുന്നത് നമ്മളെ പൂർവികരനുമായി കാസ്റ്റ് ഇല്ല, മതമില്ല, എല്ലാവരും കൂടിയാണ് ഈ ദേശത്ത് ഏറ്റവും കൂടുതൽ. അന്ന് അവര് നടത്തിയ വിദ്യാഭ്യാസ വിപ്ലവം നമുക്ക് ഇന്ന് നടത്താൻ കഴിഞ്ഞില്ല. കാരണം ഒരു പഞ്ചായത്തിൽ തന്നെ എത്ര 5 or 8 LP UP സ്കൂളുകളുണ്ട്. അതേസമയത്ത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ 950 ശേഷം എൻ്റെ ഓർമ്മയിൽ ഈ പ്രദേശത്ത് 3 സ്കൂളുകളെ വന്നിട്ടുള്ളൂ. NAM ഹയർ സെക്കൻഡറി, രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി, ചേതാവൂർ ഹയർ സെക്കൻഡറി, കല്ലിക്കട്ടി കോളേജ്. പിന്നെ ഇപ്പൊ മണ്ഡല വിഭജനം, ഇപ്പം ഗവൺമെന്റിന്റെ തലശ്ശേരിയിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഇവിടെ ചൊക്ലിയിൽ വന്ന്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇങ്ങോട്ടിപ്പം ലീഗ് ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിട്ടും ഇവിടുത്തേതായ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ ശാസ്ത്രം പല സംഗതികളുള്ളതുകൊണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവായിട്ട് വന്നിട്ടില്ല. പക്ഷേ അന്നുള്ള ഈ LP സ്കൂളുകൾ എന്തെങ്കിലും സങ്കുചിതമായ ചിന്തയുടെ പേരിൽ ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഓരോ പ്രദേശത്തും അത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധ്യമല്ല. അത് ആരായിരുന്നാലും ഗവൺമെന്റിന് വീണ്ടും നഷ്ടപ്പെട്ട ഒരു സ്കൂളിന് റെക്കഗ്നേഷൻ കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ണം അല്ലെ ഞാൻ എന്തെങ്കിലും പറയാൻ തോന്നുന്നു. ഇപ്പോൾ തലശ്ശേരി ആശുപത്രിയിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ഡിസ്പെൻസർ വേണം. അത് ഈ ഇടയ്ക്ക് 2 ഡിസ്പെൻസർ നമ്മളൊക്കെ മുഖേന കൊടുത്തു. ഇപ്പോൾ പെട്ടെന്നൊരു ഫോൺ വരികയാണ്, ഒരുപാട് കുട്ടികൾ മരിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഓക്സിജൻ, അതായത് ICU പോലത്തെ ഓക്സിജൻ സംവിധാനത്തിന് ചില മിഷനറികളുണ്ട്, അതിനൊരു 4 ലക്ഷം രൂപ കിട്ടണം. ഈ ആഴ്ച തന്നെ 3 കുട്ടികൾ മരിച്ചു. അപ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ പരിഹാരം കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് ഗവൺമെന്റിന് അതിന് ഫണ്ട് പാസ്സാക്കി വരണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാത്രം കൊടുക്കാൻ കഴിയില്ല. ഗവൺമെന്റിന് ഒരു LP സ്കൂളിന് എന്തെങ്കിലും കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ തരത്തിലും, ഇവിടെ ഇപ്പോൾ പള്ളി മഹല്ലായിരുന്നാലും ക്ഷേത്ര കമ്മിറ്റി ആയിരുന്നാലും എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? സാമൂഹ്യ നന്മയാണ്, സാമൂഹ്യ പരിവർത്തനമാണ്. ബാക്കി നമ്മൾ ഇബാദത്തുകൾ ഇതിൻ്റെ അകത്താണ്. അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യില്ല, അത് മറ്റൊരാളോട് അതിൻ്റെ കാര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. ബാക്കിയെല്ലാം നമ്മൾ ചേർന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ദേശത്ത് എല്ലാ ടൈപ്പ് ഓഫ് പുരോഗമനവും നമുക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ കടഞ്ഞി തന്നെ ഗവൺമെന്റിന്റെ ചില പ്രവൃത്തികളും ജഡ്ജിയും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ സന്തോഷമാണ്. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, എല്ലാം നമുക്ക് ഇനി ബ്ലൈൻഡ് ആയിട്ടുള്ള ജീവിതത്തിന് അർത്ഥമില്ല. എന്നോ ഇവിടെ ഇപ്പോൾ എന്നോ വരണ്ട. കുഞ്ഞമ്മദ് ഹാജി പറഞ്ഞത് ജസ്റ്റ് ആരംഭിക്കുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു. ഈ ദേശത്തെ 299 മഹലിന്റെയും അതുപോലെ നമ്മൾ സഹോദര സമുദായങ്ങൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആളുകളെയൊക്കെ അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെത്ര ഡാറ്റ വേണമെന്നുള്ളതാണ്. എന്നാൽ ആ ഡാറ്റയിൽ എത്ര സ്ത്രീകളുണ്ട്, എത്ര വയോധികരുണ്ട്, എത്ര വരുമാനമുള്ള ആളുണ്ട്, ഇല്ലാത്ത ആളുണ്ട്, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയുണ്ട്, പഠിക്കാൻ ബിലോ ആവറേജ് ആയുണ്ട്, ആവറേജ് എത്രയുണ്ട്, ഏറ്റവും സ്മാർട്ട് എത്രയുണ്ട് എന്നുള്ള ചിത്രം ഈ മഹല്ലത്തിനാ വേണ്ട. വേറെ ആരാണത് നോക്കാനുള്ളത്? ഓരോ മഹലിനും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു യാന്ത്രിക ലൈഫിൽ നിങ്ങൾക്ക് ഇനി മഹല് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് മഹല് കമ്മിറ്റി എന്ന് ഞാൻ പറയില്ല. അതായത് അതൊക്കെ അങ്ങനെ ഉസ്താദിന്
എന്തായാലും ഭക്തിൽ ബാങ്ക് കൊടുക്കും. അപ്പോൾ സൗകര്യമുള്ള ആളും പോയിട്ട് നിസ്കരിക്കും. എല്ലാവരും പള്ളിയിൽ പോകണമെന്ന് നമ്മൾ റസൂൽ സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടെങ്കിൽ നേരെയുള്ള ആളെ പോവുള്ളൂ. മാർസൽ ഉസ്താദന്മാർ വരും, കുട്ടികൾ പോകും, അവർ പഠിപ്പിക്കും. ഇതല്ലേ നടക്കുന്നത്? വേറെന്താ നടക്കുന്നത്? ഒന്നുമില്ല. ഇതിന് ഗ്രൂപ്പും ഉണ്ടാവും. അതേ സമയത്ത് പിന്നെ ഒരു കോളേജോ കുറെ സ്ഥാപനങ്ങളോ ഉണ്ടായിട്ട് അവിടെ ഇപ്പോൾ കുറെ പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞമ്മദാജ് ഒറ്റക്കൊരു മാഷ നിർത്തി ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഗ്രൂപ്പാക്കണം. ഞാനിപ്പോൾ ഈ മഹലെന്ന് പറയുന്നതോട് പറയാം. അപ്പൊ സാധാരണഗതിയിൽ ചെയ്യുന്ന ഇവരെ ഇപ്പോൾ ഇവിടുത്തെ കുഞ്ഞമ്മദാജിക്കും ഇവരെന്നെ പാരമ്പര്യക്കാരാണ്. നേരത്തെ ഇവിടെ ഇപ്പൊ മഹറൂഫ് തൊട്ട് മുമ്പ് ഇതിന്റെ ഭാരവാഹിയാണ്. ഒരുപാട് ആളുകൾ ഇത് ചേർന്ന് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ ഇവർക്ക് കൂടെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ, നിങ്ങൾ ഒന്നും കൂടി സൂക്ഷിച്ച് ചെയ്യ്, ഇതെല്ലാം സംസാരിച്ച് ചെയ്യ് എന്ന് പറയാൻ തയ്യാറാവുക. എന്നിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് കൂടെ നിർത്തിയിട്ട് മഹലത്തിനെ ശക്തീകരിക്കുക. എല്ലാം എന്നെ എവിടെയെങ്കിലും ഇതിന്റെ വീഡിയോ മറ്റോ പോകുന്നത് എനിക്ക് പറയാനുള്ള എല്ലാവരോടും ഇതാണ്. അതായത് ഞാൻ ഇപ്പോൾ എനിക്ക് ഒരുപക്ഷെ എന്നെ നോക്കിയാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ, അതായത് ഞാൻ വളരെ സൂക്ഷ്മതയിലും ജാഗ്രതയോടും അതായത് ജീവിച്ചു പോകുന്നുണ്ട്. എന്നാലും ഓട്ടക്കണ്ണ് വെച്ച് നോക്കിയാൽ എന്തൊക്കെ മിസ്റ്റേക്ക് എനിക്ക് കാണും. പക്ഷെ അത് പറഞ്ഞ് എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് പകരം അവർക്ക് അതെന്താ നിങ്ങൾ സൂക്ഷിക്കാത്തത്, അല്ലെ കുഞ്ഞമ്മദാജി അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ എന്ന് പറയുന്നതിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ നെഗറ്റീവ് നമ്മൾ നോക്കേണ്ടതില്ല. ഒരാളെ നെഗറ്റീവ് നമ്മൾ നോക്കേണ്ടതില്ല. പോസിറ്റീവായ ഒരുപാട് സംഭവമുണ്ട്. എനിക്ക് വേണേൽ നെഗറ്റീവ് ആണല്ലോ, ഞാൻ യൂസുഫ് അലി ആയില്ല, അംബാനി ആയില്ല, ബിർള ആയില്ല, അല്ലെ കൂടി കുറെ ബാങ്കർ ആയില്ല എന്നതിൽ പറയുന്നത് നല്ലത്. അൽഹംദുലില്ലാ 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 എനിക്ക് ഇതൊക്കെ തന്നു, ഇങ്ങനെയൊക്കെ നോളജ് തന്നു, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിളിച്ചിട്ട് സംസാരിക്കാനുള്ള കഴിവ് തന്നു, അഴക് തന്നു, ആരോഗ്യം തന്നു, കുറച്ച് സമ്പത്ത് തന്നു. ഇതൊക്കെ ഭയങ്കര പോസിറ്റീവ് അല്ലേ? അപ്പൊ ഞാൻ ഈ പോസിറ്റീവ് ചേർന്ന അങ്ങനെ ഓരോരുത്തർക്കും അപ്പൊ നല്ലൊരു സമുദായത്തിൽ നമുക്ക് പറയാൻ കഴിഞ്ഞു, നല്ലൊരു സമൂഹത്തിൽ പറക്കാൻ കഴിഞ്ഞു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ രാജ്യമായ ജനാധിപത്യ പാർലമെന്ററി ആൻഡ് ജുഡീഷ്യറിയുടെ ഒരുപാട് സ്ട്രോങ് ആയ ഒരു രാജ്യത്ത് നമുക്ക് ജനിക്കാൻ സാധിച്ചു. നല്ല രക്ഷിതാക്കൾക്ക് ജനിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഉണ്ട് നമുക്ക്. ഇപ്പൊ കാണുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ നെഗറ്റീവ് ആവേണ്ട കാര്യമൊന്നുമില്ല. അല്ലാഹു തആലയാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ പൂർണ്ണമായും എല്ലാ രീതിയിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകേണ്ട അല്ലെങ്കിൽ നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ നടന്നു തന്നെ ഇരിക്കും. ഇവിടെ ഇപ്പൊ ഭയങ്കര ജപങ്ങളൊക്കെ നടന്നല്ലോ. പക്ഷേ അല്ല തന്നെ അത് നമുക്കൊരു അവർക്കെല്ലാം ഷോക്ക് കൊടുത്ത് രക്ഷിച്ചില്ലേ? റിസൾട്ടിന് മുമ്പ് ഒരുപാട് ജപങ്ങളും ഒരുപാട് പ്രാർത്ഥനയും കാണും. പേടിച്ചിട്ടില്ല ഇവിടെ ആളുകൾ, ഇത് കംപ്ലീറ്റ് തെറിച്ചു പോകുന്നു. പക്ഷെ അത്രയും ഞാൻ പൊതിഞ്ഞ് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് നാടിന്റെ വികസനമാണ്. ഇപ്പോ നമുക്കറിയാം, നമുക്ക് സന്തോഷം വേണം. ഇതെങ്ങനെ കിട്ടും? നമ്മൾ ഉണ്ടാക്കണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് അതായത് പിന്നെ വീട്ടിൽ ഏറ്റവും സ്നേഹവും ഐക്യം വേണം. നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ദേഷ്യം ഒഴിവാക്കണം. ഒരൊറ്റ ദേഷ്യം കൊണ്ടാണ് ഈ നാട്ടിലുണ്ടാകുന്ന സർവ്വ മുസീബത്തുകളും. എല്ലാ വീട്ടിലും തമ്മിലും എല്ലാം പ്രശ്നം എന്താണ്? ദേഷ്യമാണ്. അധികാരമുള്ള ആളുകൾക്ക് ദേഷ്യം പിടിക്കേണ്ടത്. ഉസ്താദിന് അധികാരമുണ്ട്, ഇദ്ദേഹത്തിന് പറയാം നോക്ക് ഇവിടെ അതൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല മോനെ. ഇസ്ലാമിന്റെ ഒരു ചട്ടക്കൂട്ട് അതൊന്നും അനുവദിക്കുന്നതല്ല. നിങ്ങൾ പള്ളിയുടെ ബാക്കിൽ നിന്ന് വെച്ചിട്ട് സംസാരിച്ചാൽ പറ്റൂല, അല്ലെങ്കിൽ ഇന്ന് ചെയ്താൽ പറ്റൂല എന്ന് പറഞ്ഞാൽ കേൾക്കണല്ലോ. ഉസ്താദിൽ അധികാരമില്ലേ? ഒരു ഉപ്പ മോനോട് മോനെ കുടുംബത്തിൽ അത്തരം സംഗതി ഒന്നും നമുക്ക് നടത്താനാവൂല. അത് നമ്മളെ കുടുംബ ഭാര്യത്തിന് പറ്റും. എന്തിനാ ചെയ്ത് മറ്റു ദേഷ്യപ്പെട്ട കാര്യമില്ല. ദേഷ്യം ഒന്ന് കുറഞ്ഞു നോക്ക്. ഭാര്യമാരോടുള്ള ദേഷ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ദേഷ്യം, എല്ലാ ദേഷ്യവും തീർക്കുക അവിടെയാണല്ലോ. അതൊക്കെ നമുക്ക് മാറ്റി ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം നമുക്ക് വീടുകളിൽ സമൂഹത്തിലൊക്കെ നമ്മളാ സൃഷ്ടിക്കുന്നേ. ഇപ്പൊ അടുത്ത് ഒരു സ്ഥലത്ത് ഞാൻ വായിക്കുകയുണ്ടായി. അതായത് ഒരു മനുഷ്യന് റബ്ബ് ജന്മന നല്ല അഴക് തന്നില്ല. ഈ തൊലിവെളുപ്പ് ഒരു അഴകല്ല കേട്ടോ. അപ്പോ നല്ല അഴക് തന്നില്ല എന്നത് അത് അവന്റെ കയ്യിലെ കുറ്റമല്ല. അതേസമയത്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം സ്വഭാവ സൗന്ദര്യമാണ്. ആ സ്വഭാവ സൗന്ദര്യം സൃഷ്ടിക്കാതെ കുറ്റക്കാരൻ നീ തന്നെയാണ്, റബ്ബല്ല. അത് നമ്മൾക്കാണ് ആ സ്വഭാവം നല്ല നിലയിൽ ആളുകളോട് നല്ല ബിഹേവിയറും നല്ല പെരുമാറ്റവും നല്ല ചിട്ടയും നല്ല സ്നേഹവും നല്ല പരിഗണനയും കാണിച്ചുകൊണ്ട് ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, പുഞ്ചിരി ദാനമാണ്. എല്ലാ ഫിലോസഫിയും അന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഭർത്താവ് മരിച്ച ഭാര്യയുടെ മുമ്പിൽ സ്വന്തം ഭാര്യയെ താലോലിക്കരുത്, മക്കളെ താലോലിക്കരുത്, അല്ലെങ്കിൽ വേറൊരാള് ആഗ്രഹിക്കുന്ന സാധനം ജാസ്തി വില കൊടുത്ത് വാങ്ങരുത്. അങ്ങനെ ഒരുപാട് സാമൂഹ്യ നീതി നമ്മളൊക്കെ എല്ലാം പറയും. ഉസ്താദ് വിടുന്നവരൊക്കെ പറയേണ്ടത്.
അപ്പം നമുക്ക് പോകേണ്ടത് ഇങ്ങനെയുള്ള ഈ തോട്ട്സിനൊന്നും നമുക്ക് എവിടെയും പോകേണ്ടതില്ല. നമുക്ക് ഈ സാമൂഹ്യ പരിഷ്കർത്തൃത്വം, അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ അച്ചടക്കത്തോടു കൂടി അവരെ മോട്ടിവേറ്റ് ചെയ്താൽ, ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആക്കി തീർന്നാൽ, ഒരു കല്യാണം കഴിഞ്ഞോട്ട് 3 പ്രസവിച്ചതിന് ശേഷം തൽക്കാലം ഇനി ഞാൻ പ്രസവിക്കുന്നില്ല എന്ന് അവർ രണ്ടാളും തീരുമാനമെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഡോക്ടർമാരിൽ നമ്മളെ കുടുംബത്തിൽ ഇപ്പോൾ ധാരാളം ഡോക്ടർമാരുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് 2 പ്രസവത്തിന് ശേഷം സർവീസിന് പോകുന്നത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കായാൽ പറ്റുക. അതുപോലെ നമ്മൾ സ്ത്രീകളെയും, അതായത് 3 നേരം ഭക്ഷണം ഉണ്ടാക്കുക എന്നതിന് 24 hours ചെലവിപ്പിച്ചാൽ പറ്റൂല. അതിനൊക്കെ നമുക്ക് ഇന്ന് സാധിക്കും. മഹല്ല് ജമാഅത്തിന് ഇപ്പോൾ സമസ്തയുടെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ തന്നെ എന്തിനാണ്, പല കാരണവശാൽ പിന്തള്ളപ്പെട്ടു പോയ പഠിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ലോകത്ത് മൊത്തമുള്ള ആളുകൾ ഇപ്പോൾ ഗൾഫ് നാടിലൊക്കെ സമസ്തയുടെ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ അവിടുത്തെ ഫാമിലികളാണ് കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ ആ അച്ചടക്കത്തിൻ്റെ അശേഷം മാറിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. അതായത് സമസ്തക്കാരായ അല്ലെങ്കിൽ അതുപോലുള്ള കർക്കശ നിലപാടുമായി ജീവിക്കുന്ന കുടുംബത്തിൻ്റെതോ മറ്റോ അച്ചടക്കം വിട്ടുപോകാതെ സാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ ധാരാളം കുട്ടികളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, ഇവർക്ക് പല ടൈപ്പ് ഓഫ് കുട്ടികൾ, പല വിദ്യാഭ്യാസമുണ്ട്. ഇവിടുന്ന് BSc നഴ്സിംഗ് പാസ്സായ കുട്ടിയുണ്ട്. അതൊരു വലിയ ജോബ് സാധ്യതയുള്ളൊരു കോഴ്സാണ്. പഴയ കാലഘട്ടത്തിലൊക്കെ അതിന് പോകുമ്പോൾ അതിന് തടസ്സപ്പെടുത്തുമായിരുന്നു. കാരണം അതൊരു തെറ്റ് ചെയ്തു പോവുമോ അല്ലെങ്കിൽ സമ്മിശ്ര ജീവിതം കൊണ്ട് പ്രോബ്ലം. ഒരു പെൺകുട്ടി ധരിക്കാതെ രോമത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാൾക്ക് തൊടാൻ സാധിക്കാത്ത കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ പറ്റാവുന്ന രീതിയിൽ ചിന്തിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ ഫൈസി ബിരുദമായി നേടിയത് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ, ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം കടഞ്ഞി മഹല്ല് അങ്ങനെ എല്ലാ നിലയിലും സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഒരുപാട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. ഒരിക്കലും വൈകി പോയിട്ടുണ്ട് കുഞ്ഞമ്മദാജി. നമ്മൾ 5, 10, 15 കൊല്ലം പിറകിലായി പോയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക്. കാരണം അന്നൊന്നും ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള പള്ളി നടത്തിയാൽ മതി, അല്ലെങ്കിൽ മാർസ നടത്തിയാൽ മതി, അവർ ശമ്പളം കൊടുത്താൽ മതി, അല്ലെങ്കിൽ കല്യാണം നിശ്ചയിച്ചാൽ മതി എന്നുള്ളൊരു ധാരണയിലാണ് മഹല്ല് പോക്ക്. ഇപ്പൊ കല്യാണം നിശ്ചയിക്കൽ നിങ്ങളെ പേരിന് വിളിക്കണമെന്നല്ലാണ്ട് എല്ലാം യാന്ത്രികമാണ്, എല്ലാം വാടകയൊക്കെ നടക്കുന്നത്. അപ്പൊ അതിനൊന്നും ഇപ്പോ മഹല്ലിന് ചെറിയ ഇഷ്യൂകൾ ഉണ്ടാകുമ്പോൾ സംസാരിക്കാൻ ആൾ വേണമെന്നല്ലാതെ അവിടെ നമുക്ക് പഴയതുപോലെ നേരത്തെ 12 പോകണം, വാടകയ്ക്ക് സാധനം കൊണ്ടുവരണം, ഒരുപാട് കാര്യങ്ങളാണ് കല്യാണം നടത്തുക. എല്ലാം സുഖകരമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ആരെയും കുറ്റപ്പെടുത്തി തോന്നിയിട്ടെങ്കിൽ ക്ഷമിക്കണം. ആരെയും ഒരു മഹല്ല് നേതാക്കളെയും നിന്ദിച്ചോ കുറ്റപ്പെടുത്തിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു ആവശ്യമായ സംഭവമാണ് എന്ന നിലയിലാണ് നിങ്ങളോട് ഞാൻ ഈ പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ഞാനും, അതായത് ഇപ്പോൾ ഞാൻ ഇന്ന് കുഞ്ഞമാജിക്ക് വന്നപ്പോൾ ഇവരൊക്കെ റഫീഖൊക്കെ വന്നപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒരു വീട്ടിലെ ഒരു ആവശ്യത്തിന് എല്ലാവിധ ഇഞ്ഞും കൂടി നേരെയുണ്ട് അവിടെ വരണേ എന്ന് പറഞ്ഞാൽ വരേണ്ട ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്ഥിതിയും. ഞാൻ എല്ലാവരും ഇപ്പോൾ ഈ ഇടയ്ക്ക് നല്ലൊരു സംഗമം പോലെ ഖത്തറിൽ നടത്തി നമ്മളെ കമ്മിറ്റി വിശാലമായി. അന്ന് കുഞ്ഞമ്മദായിക്കാൻ്റെ ഇവരുടെ ഉമ്മ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു അത്. കാരണം അങ്ങനെ 36 കൂടി സ്റ്റേജിലെത്തി സംസാരിക്കാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ എന്നും അതിനുശേഷം ഒരു തവണ കഴിഞ്ഞ നോമ്പിന് റഫീഖ് വിളിച്ചപ്പോൾ ഞാൻ ദുബൈയിലായിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന സാധ്യമാകുന്ന സന്ദർഭങ്ങൾ എൻ്റെ നാട്ടിലെ ആ വിഷയം കഴിച്ച്, ഒന്നാമത് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുടുംബ പാരമ്പര്യം കൊണ്ട് എൻ്റെ ജീവിതശൈലി കൊണ്ടൊക്കെ ഞാനങ്ങ് റെസ്പെക്ട്ഫുൾ സ്റ്റൈലിൽ പോകുന്നെങ്കിലും ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ നിങ്ങളെയൊക്കെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെല്ലാം സ്നേഹം വാങ്ങുന്ന കിട്ടേണ്ട അനുജനോ ബന്ധുജനമായിട്ട് ജീവിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബിസിനസ്സൊക്കെ അതൊക്കെ ജീവിത മാർഗത്തിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹൈറ് വരുമ്പോൾ അതിനൊന്നും മറ്റൊരു അർത്ഥം നമ്മൾ കണക്കാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായി, മതപ്രസ്ഥാനമായി, അല്ലെങ്കിൽ മഹല്ല് ജമാഅത്തായി ഇതൊക്കെ സ്നേഹത്തിലും ഐക്യത്തിലും അങ്ങോട്ടിങ്ങോട്ട് പരസ്പര ധാരണയിൽ പോകേണ്ടതുണ്ട്. നിങ്ങളോടൊക്കെ പറയേണ്ടത്, അതായത് ഇവിടുത്തെ കാര്യത്തിലാണ് നിങ്ങളെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇതിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും കമ്മിറ്റിയിലൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ ഇത് മറന്ന് നമ്മളിലൊക്കെ അനൈക്യം വെതറിക്കൊണ്ട് പോകാൻ ശ്രമിക്കരുത്. എപ്പോഴും നമ്മൾ ഒഴുക്കിനെതിരെ അല്ല നീണ്ടത്, ഒഴുക്കിനനുസരിച്ച് നീന്തിയാലേ നമുക്ക് നാട് വികസിപ്പിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ എൻ്റെ ഒരു ചെറു ചിന്തയിൽ അങ്ങനെയാണ്. അപ്പോൾ മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു എന്തെന്ന്, ശരിക്കും ഒരു കുടുംബശ്രീ പ്രൊജക്റ്റ്
കാരണം ആ പ്രൊഡക്റ്റുകൾക്ക് ഇവിടെ ഇപ്പോൾ നമുക്കൊരു കിച്ചൺ രൂപീകരിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വീട് കിച്ചണാക്കി കുറച്ച് സ്ത്രീകൾക്ക് അവിടുന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത് പാക്കിങ് ഇവിടെ തന്നെ ആളുകൾക്ക് ആവശ്യമുള്ള വീടുകളിലോ കടകളിലോ കൊടുക്കുന്ന ഒരു 4-5 ആളുകളുടെ ജോലി നന്നായിട്ട് പോകുമായിരിക്കും. അതൊരു വലിയ സംഭവമാക്കി മാറ്റാൻ കഴിയും. കുടുംബശ്രീയിൽ എത്ര വലിയ പ്രൊജക്റ്റാണ്, എത്ര ആയിരങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കും എതിരെ അല്ലല്ലോ. നമ്മളെ ഇങ്ങനെയല്ലാതെ പിന്നെ ഈ മൈക്രോ ഫൈനാൻസ് രീതിയിലല്ലാതെ നേരത്തെ പ്രവാസ ലോകത്ത് നിന്ന് നമുക്ക് വലിയ ഫണ്ടിങ് സാധിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഓരോ വീട്ടിലുള്ള ആളുകളുടെ അവസ്ഥ അവർക്ക് അറിയുന്നതുകൊണ്ട് ഒരു വലിയ ഫണ്ട് രൂപീകരിക്കാൻ ഒന്നാമത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വളരെ പുരോഗമനത്തിന്റെ ഘട്ടത്തിൽ എത്തിയപ്പോഴും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് മുസ്ലിം സമൂഹങ്ങൾക്ക് എപ്പോഴും റെസ്റ്റ് ഇല്ലാതെ ജീവിക്കേണ്ട പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ കടഞ്ഞി മഹലിന് ഒരു യൂണിവേഴ്സിറ്റി സ്വന്തം ഉണ്ടെങ്കിലും ഒരു നല്ല മദ്രസ ഇല്ലെങ്കിൽ എന്ത് കാര്യമുണ്ട്? ഒരു നല്ല മതവിജ്ഞാന കേന്ദ്രം ഇല്ലെങ്കിൽ എന്ത് കാര്യമുണ്ട്? നമുക്ക് കുറേ ആൾക്ക് നല്ല കൊട്ടാര തുല്യമായ വീടുണ്ടായിട്ട് എന്ത് കാര്യമുണ്ട്? നല്ല വണ്ടി ഉണ്ടായിട്ട് എന്ത് കാര്യമുണ്ട്? നമുക്ക് വേണ്ടത് ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും മഹത്തരമായ വിദ്യാഭ്യാസം മതവിജ്ഞാനമാണല്ലോ. അപ്പൊ അതിനുള്ള സെറ്റപ്പ് ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഉള്ള അതിന് ടീച്ചിങ്ങിന് ട്രെയിനിങ് ഉള്ള നല്ല മതവിജ്ഞാനമുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഉസ്താദുമാർ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയണം. കാരണം എങ്കിലേ അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക. അവരെ കാര്യങ്ങൾ നമുക്ക് നോക്കി ചെയ്യാൻ കഴിയണം. അപ്പോൾ അങ്ങനെ വരുന്നത് എല്ലാ മഹല്ലത്തിലും 50 വർഷം മുമ്പേ ഉണ്ടാക്കിയ പള്ളികൾ അത്രയും പൊളിച്ചെടുക്കേണ്ടടുത്താണ്. 50 വർഷം മുമ്പുണ്ടായ എല്ലാ മദ്രസകളും പൊടിച്ചെടുക്കണം. കാരണം ഡിജിറ്റൽ സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾ ഡിജിറ്റൽ മദ്രസ അല്ലെങ്കിൽ അവിടെ നീറ്റില്ല, അതിൽ വൃത്തിയില്ല, കഴുകിയ നാളില്ല എന്ന് കുട്ടികൾ പറയുന്ന ഒരു ഘട്ടത്തിലാണ്. കാരണം ഇവർ വലിയ സ്കൂളിൽ പോകുമ്പോൾ അവിടെ കുട്ടികളുടെ മലമൂത്ര വിസർജനം ക്ലീൻ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ മഹല്ലത്തിലും മദ്രസയും പള്ളിയും മതവിജ്ഞാന ഭൗതിക മൾട്ടി എഡ്യൂക്കേഷൻ കോളേജുകളോ സ്ഥാപനങ്ങളോ ഒക്കെ നമുക്ക് വരേണ്ടതാണ്. അപ്പൊ ഇതിന് നമുക്ക് അയൽ മഹലിൽ പോയിക്കൂടാ. കാരണം അവർക്ക് അവിടെ സൃഷ്ടിക്കേണ്ടതാണ്. ഗൾഫിൽ പോയിക്കൂടാ. ഇതിന്റെ കൊടുക്കാണ് വലിയ ഉത്തരവാദിത്തമാണ്. കാരണം നമുക്കറിയാലോ ഒരു മുസ്ലിമിനെ മുസ്ലിമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ സ്വമേധയാ നമ്മൾ തന്നെയാണ് അത് പഠിപ്പിക്കേണ്ടത്. കാരണം ഇവിടുത്തെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ ഭരണഘടനകളിലെടുത്ത് ഒരു മതസ്ഥാപനത്തെയും ഒരു മതത്തിനെയും പഠിപ്പിക്കാനോ അവരെ പ്രോത്സാഹിപ്പിക്കാനോ ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് റൂളില്ല, അധികാരമില്ല. അപ്പം നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അത്രമാത്രം ഒരുപക്ഷെ മതം ഒരു ശക്തമായി പഠിപ്പിക്കാൻ അവർ ചിന്തിക്കുന്നുണ്ടോ, ചില ഭാഗങ്ങൾ കുറവുണ്ടെന്ന് നിനക്കറിയാം. പക്ഷെ നമുക്കങ്ങനെ ഒരു എസ്കേപ്പ് ഇല്ലല്ലോ. നമ്മളിത് പഠിപ്പിച്ച് ഇപ്പോൾ ലോകത്ത് നമുക്കറിയാലോ, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യം ഇന്തോനേഷ്യ, രണ്ടാമത്തത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രണ്ടാമത്തെ രാജ്യം സൗദി അറേബ്യ, ഈജിപ്തോ ഇറാഖോ ഇറാനോ ഒന്നുമല്ല, ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിലെ എല്ലാ മുസ്ലിമിനെയും നമുക്ക് ഇങ്ങനെ അവർക്കൊരു മതവിജ്ഞാനം കൊടുത്ത് നേരാൻ വഴിയിലേക്ക് നയിക്കണമെങ്കിൽ അത് നമ്മൾ സ്വമേധയാ ചെയ്യണം. ഞാൻ ഖത്തറിന് അതുവരുന്ന പള്ളിയിൽ പോയി നിസ്കരിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് കുട്ടി പഠിച്ച് ഇറങ്ങി പോവാ, ആർക്കും 10 പൈസ കൊടുക്കേണ്ടയില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ. അപ്പം നമ്മളെ ഈ വിഭവങ്ങളും സൂക്ഷിച്ച് തന്നെ നമുക്ക് ചെലവഴിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഈ കിട്ടുന്ന വിഭവങ്ങളും സൂക്ഷിച്ച് ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ കാരണം അത് ഇപ്പോൾ നമ്മൾക്കിടയിൽ തന്നെ ഭിന്നങ്ങൾ വരുമ്പോൾ ഒരു മഹലിൽ 2 പള്ളി 2 മദ്രസ 2 കോളേജ് വരുന്നത് നമുക്ക് നഷ്ടമാണ്, അല്ലെ, നമുക്ക് പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ കുറേ വിഷയങ്ങൾ പറയുമ്പോൾ പറഞ്ഞു പോയാൽ ഇതൊന്നും പരിഹാരം കാണുകയില്ലെങ്കിൽ നമ്മളെ മഹല്ലത്തിലെ പ്രശ്നങ്ങൾക്ക് അതായത് സാധിക്കും. ഇപ്പൊ തന്നെ നമ്മളിപ്പോൾ അബുദാബിയിൽ നമുക്ക് നല്ലൊരു കമ്മിറ്റി ഉണ്ട്. എനിക്കൊന്ന് റئീസ് ഇപ്പൊ ദുബൈയിലുള്ളത്, അവിടെയും നല്ല സെറ്റപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ പ്രദേശത്തും പല കുട്ടികളുണ്ട്. അവരൊക്കെ ഈ വിദ്യാഭ്യാസ കാഴ്ചപ്പാടോടുകൂടി എന്തെങ്കിലുമൊക്കെ സെറ്റപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ നമുക്കിവിടെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ വലിയൊരു വിഷയം നടക്കുന്നത് പറഞ്ഞാൽ ഒരു കുട്ടി ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായ +1 ആ കുട്ടീൻ്റെ ടേസ്റ്റിനനുസരിച്ച് പഠിപ്പിക്കാൻ പല ബുദ്ധിമുട്ടുകളുണ്ട്. രക്ഷിതാക്കൾ അതായത് എഞ്ചിനീയർ മെഡിസിൻ സ്വപ്നം കാണുന്ന കുട്ടിയെ എഞ്ചിനീയറിംഗിനും അപ്പോഴൊരു മൾട്ടിയായിട്ട് സജസ്റ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. പിന്നെ പഠിക്കുന്നിടത്ത് തന്നെ ഇപ്പോൾ കുട്ടിക്ക് മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ഒരുപക്ഷെ ടേബിളിൽ ഇരുന്ന് പഠിക്കാനായിരിക്കും കുട്ടിയുടെ ആ ഘട്ടം അതിനാവശ്യം വരിക. അതേപോലെ വല്ല സയൻസ് പഠിക്കുന്നത് സോഫയിൽ ഇരുന്നായിരിക്കും പഠിക്കേണ്ടി പിന്നെ ആ കുട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് ആ കാര്യത്തിലുള്ള ഒരു സൂക്ഷ്മത അല്ല പരിജ്ഞാനക്കുറവോ അല്ല ജാഗ്രത കുറവുകൊണ്ട് നമ്മൾ കുട്ടിയെ അതിനൊക്കെ ശാസിക്കാൻ പോകും. ഇവിടെ ഒക്കെ ഉണ്ട് വിഷയങ്ങൾ.
പിന്നെ അതായത് എന്ത് പറയാനാ, നീ എന്തിനാ വെറുതെ ബുക്കും കെട്ടിയെടുത്ത് പോയിട്ട് എന്താ കാര്യം, എനിക്ക് 0 മാർക്ക് വാങ്ങുമ്പോൾ അപ്പുറത്തെ പിന്നെ അമീദിന്റെ കുട്ടീനെ നോക്ക് എന്ന് പറയുന്ന സ്വഭാവം നമുക്ക് പാടില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മളാ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് അല്ലാത്ത ഒരു ക്രിട്ടിസൈസ് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാകും? ഒരാൾക്കും ഉണ്ടാവില്ല. ഒരാൾക്കും ഒരു ചെറിയ കുറ്റപ്പെടുത്തലുകൾ നമുക്ക് ഇഷ്ടമുണ്ടാവുന്ന വിഷയം ഉദിക്കുന്നില്ല. ക്രിട്ടിസൈസ് മാത്രമാണ് എല്ലാവർക്കും വെറുപ്പുള്ള വിഷയം. അപ്രിഷ്യേറ്റ് ആണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ അഭിനന്ദനങ്ങളാണ് പല റെക്കോർഡും പല റിസൾട്ടും ഈ സമൂഹത്തിലും കുടുംബത്തിലും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ മഗ്‌രിബിലേക്ക് അടുക്കാണ്. ഇവിടെ അവാർഡ് ദാനമൊക്കെ ഉണ്ട്. കുറേ സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൽ പറ്റാവുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഇനിയും ഇതുപോലെ അതായത് ഇങ്ങനെയല്ലാതെ നമുക്ക് ഘട്ടം ഘട്ടമായി നമ്മളെ ഈ മഹല്ലത്തിനെ ശാക്തീകരിക്കാൻ, വളർത്താൻ, വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കാൻ, കുട്ടികൾക്ക് അനുസരിച്ചുള്ള ടേസ്റ്റിനനുസരിച്ചുള്ള കോഴ്സുകൾ വാങ്ങിക്കൊടുക്കാൻ, ഈ നാട്ടിലെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ, എല്ലാ സമൂഹത്തെയും കെട്ടിപ്പടുക്കാൻ, ഇനിയും വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാനൊക്കെ സാധിക്കട്ടെ. നമുക്ക് ഇനിയും ഒരുപാട് ചേർന്ന് പോകാൻ സാധിക്കട്ടെ. മഹത്തുക്കളായ ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കി തന്ന അതായത് പൂർവികരായ നമ്മളെ പിതാക്കൾ, ഇവിടുത്തെ ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരൊക്കെ ആഖിറം, നമ്മളെ ഉമ്മ വാപ്പ ഇവിടുത്തെ നാട്ടുകാർ രക്ഷിതാക്കളുടെയൊക്കെ ആഖിറം സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അവരുടെ ഖബറ് വിശാലമാക്കി കൊടുക്കുമാകട്ടെ, സ്വർഗാവകാശിയാക്കി കൊടുക്കുമാകട്ടെ. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഹൃദുനന്ദിൻ്റെയും ശ്രീഹരിൻ്റെയും സംഭവം എനിക്ക് അറിയായിരുന്നു. കാരണം 2 ചെറിയ കുട്ടികൾ ജീവനോളം ഇത് എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ചെറിയ മക്കൾ, ഒരാൾക്ക് 7-8 വയസ്സുണ്ടാവും അല്ലെ, എത്രയുണ്ട്? അതെ അതെ അതെ. ഈ 2 മക്കളാണ് ഈ 2 കുട്ടികളെ രക്ഷിച്ചെടുത്തത്. മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നിങ്ങൾ തുടർന്ന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കാത്തുകൊണ്ടുള്ള ഇത്തരം വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇനിയും സാധിക്കട്ടെ. ഈ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ നമുക്കിവിടെ എല്ലാവരും ഒന്നാണ്, നമുക്ക് മനുഷ്യരാണ് എന്ന രീതിയിൽ നമുക്കെല്ലാം ചേർന്ന് പോകാനൊക്കെ അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ. ഞങ്ങളൊക്കെ അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും, വിദ്യാഭ്യാസമായ മറ്റ് സൗകര്യങ്ങൾക്കൊക്കെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ പിതാമഹന്മാരെ പോലെ നമ്മളൊക്കെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹാശംസകൾ, ആദരവുകൾ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. ഒരുപാട് ഉപദേശങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത വരവ് അടുത്തതായി നമ്മുടെ വളരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് ആദിത്യയുടെ പ്രത്യേക പ്രോത്സാഹന സമ്മാനമുള്ള കാര്യം ഈ സദസ്സിനെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മഹൽ ജമാഅത്തിൽ കിറ്റ് നൽകുന്ന ശ്രീഹരിക്കുള്ള മുൻപ് ബഹുമാന്യനായ ആദിത്യ നൽകുന്നത്. വളരെ സാഹസികമായാണ് ഇവർ കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാന്യനായ ആദിത്യ 2 കുട്ടികൾക്കും 5000 രൂപ വീതം നൽകാമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കുട്ടികൾക്കുള്ള പ്രോത്സാഹനമാണ് ആദിത്യ. ഈ ധീരതയ്ക്ക് ചെറിയ മക്കളാണ്. പ്രത്യേകം അടുത്ത ഈ പ്രദേശത്തിൽ നിന്ന് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും ശിഫ അബൂബക്കർ ഇവിടെയില്ല. ബന്ധപ്പെട്ട ആളുകൾ വേദിയിൽ വന്ന് മുഹമ്മദ് യാസീൻ, ഹയ ഫാത്തിമ, സ്വാതി ദീപിക്ക്, സന്മയ,
റിസ ഫിനൂബ BA അഫ്സൽ ഉലമയിൽ റിസ ഫിനൂബ ഫാത്തിമ ഒട്ടിക്ക് ആദിൽ തുരുത്തിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉന്നത വിജയം കരസ്ഥമാക്കിയ ആദിത്യ വിദ്യാർത്ഥി BBA ഏറെക്കുറെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ഡയാലിസിസ് ടെക്നിക്കൽ സിവിലും ഇവിടെ ഇല്ല ബന്ധപ്പെട്ട ആളുകൾ അറബിക് BA അറബിക്കിൽ കേന്ദ്രത്തിൽ നേടിയ മിൻഹജ് VK മുഹൂർത്തമാണ്. ബാസിൽ അമാൻ മലേഷ്യൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ സമസ്ത പൊതുപരീക്ഷ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്ക് A+ നേടുകയും മദ്രസയിലും ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥിനിയാണ്. മിൻഹ മസലിയ 7ാം ക്ലാസ്. മുഹമ്മദ് റസൂൽ PH റിയ ഫാത്തിമ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ റിയ ഫാത്തിമ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ അണ്ടർ 12 ചാമ്പ്യൻഷിപ്പിൽ മികച്ച നിലവാരം പുലർത്തിയ ചാമ്പ്യൻ മുഹമ്മദ് മർജാൻ 2024 വർഷത്തിൽ സെമാ മറിയം LSS നേടിയ സെമാ മറിയം റുഫൈദ് CK ബഷീർ സാഹിബിന്റെ മകൻ റുഫൈദ് CK മകളാണ്. ധന്യമായ മുഹൂർത്തം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചുകൊണ്ട് കിടങ്ങി മഹല്ല് കമ്മിറ്റിയും കിംജ അബുദാബിയും അവരുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയാണ്. കിടങ്ങിക്ക് ഒരു പാരമ്പര്യമുള്ളത് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള സന്മനസ്സുള്ള ഒരു മേഖലയാണ് കിടങ്ങി. എല്ലാവരെയും എല്ലാ ഘട്ടത്തിലും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് സാമൂഹ്യ രംഗത്തിൽ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ദുരന്തമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ അവിടെയൊക്കെ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരേപോലെ കാണുകയും അവിടെ വളരെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള നാടാണ് കിടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങിലും അവർ സാധാരണ പരമ്പരാഗതമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാറി ഒരുപാട് പുതിയ പഠന മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥികളെ ഞാൻ അനുമോദിക്കുകയാണ്. നിങ്ങളെ അനുമോദിച്ചുകൊണ്ട് ഈ മഹല്ല് കമ്മിറ്റിയും കിംജയും മറ്റൊരു സന്ദേശം കൂടി നൽകുകയാണ്. ഭാവിയിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഉന്നത വിജയം നേടിയാൽ ഇതുപോലുള്ള സമൂഹത്തിന്റെ ആദരവ് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങളും പഠന മേഖലയിൽ മികവ് പുലർത്തണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ അതിന് പിറകിലിരുന്നു കൊണ്ട് കേൾക്കുകയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ പുതിയ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഈ പള്ളിയെ എങ്ങനെ ഉയർന്ന നിലയിലെത്തിക്കാം, സമൂഹത്തെ എങ്ങനെ ഉന്നതിയിലെത്തിക്കാം എന്നുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അതൊക്കെ പരമാവധി ചെയ്യുമെന്ന് പ്രസിഡന്റ് പട്ടേൽ ഇവിടെ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് സമീപഭാവിയിൽ അത്തരം നേട്ടങ്ങൾ ഈ പ്രദേശത്തുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഈ വിജയത്തിലൂടെ നിങ്ങൾ നേടിയ നിങ്ങളെ അറിവും നിങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ
ഈ സമൂഹത്തിന് നന്മക്ക് ഉപകരിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ മേഖലയും നിങ്ങൾ വിജയം നേടിയിട്ടുണ്ട്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ സേവനം ഈ നാട്ടിന് ഗുണപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ നടപ്പിലാക്കണം, കൊണ്ടുവരണം എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തെറ്റായ മാർഗത്തിലേക്ക് നമ്മെ സമൂഹത്തെ നയിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുള്ള സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത്തരം മാർഗത്തിലേക്കൊന്നും പോകാതെ നല്ല മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ സമൂഹത്തിനും നാടിനും നിങ്ങളുടെ സേവനം ലഭ്യമാകട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ സർവേശ്വരനെതിരെ പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് 2 മക്കളെ, ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 2 മക്കൾ, ആ മക്കളെ പ്രത്യേകിച്ച് അനുമോദിക്കുകയാണ്. നിങ്ങൾക്ക് ഉള്ള ആദരവ് വിട്ടുകഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളെ അനധ്യാപകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കഴിവിൽ ഞാൻ ആദരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മാപായത് 2 വാക്കുകളിലാണ് ആശംസ അറിയിക്കാൻ ക്ഷണിച്ചിട്ടുള്ളത്. 2 വാക്കിലെ ആശംസ സാധ്യമല്ലെന്ന് ക്ഷണിച്ച ആളുകൾക്കും കേൾക്കുന്നവർക്കും അറിയാവുന്നത് കൊണ്ട് സമയത്തിന്റെ പരിമിതി കണക്കിലെടുക്കുകയാണ്. ആദരണീയനായ ഇന്നത്തെ ഈ സംഗമത്തിന്റെ അതിഥി ബഹുമാന്യനായ ആബിദ് കയുടെ സംസാരം കഴിഞ്ഞിരുന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു, നിങ്ങൾ കുറച്ചു കാലെങ്കിലും ദർസിലോ ഏതെങ്കിലും കോളേജിലോ മറ്റോ പഠിച്ചതിൻ്റെ, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവിടെ സമാജത്തിൽ പങ്കെടുത്തതിൻ്റെ കൃത്യമായ ഒരു അനുരണനം അദ്ദേഹത്തിന്റെ അവതരണത്തിൽ, സംസാരത്തിൽ, ഏതെങ്കിലും ഫീൽഡിലൊക്കെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്ന ആളുകൾ സമൂഹത്തെ അഭിമുഖീകരിച്ച് നമ്മൾ എത്രയോ കേട്ടതാണ്. ആരാണെങ്കിലും, ഏത് ബിസിനസ്സുകാരാണെങ്കിലും, ഞാൻ അല്ലാത്ത വേറെ ഏതെങ്കിലും മേഖലകളിൽ വന്ന ആളുകളാണെങ്കിലും പറയും, കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അവരെ ഒരു മികച്ച വിഷനറിക്കാണ് സാമൂഹിക വിജയം കൈവരിക്കാൻ കഴിയുക. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം സമൂഹത്തിനോട്, സദസ്സിനോട് പങ്കുവെക്കും. പക്ഷെ വാക്കുകൾ സ്പോണ്ടാനിയസ് ആയിട്ട്, ഫ്ലുവൻ്റ് ആയിട്ട്, ഒന്നിനു പിറകെ ഒന്നായി മികച്ച പരിശീലനം കൈവരിച്ച ഒരു പ്രഭാഷകനെ പോലെ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ, മാഷാ അല്ലാഹ്, അത് അദ്ദേഹത്തെ എത്തിപ്പുകയറ്റാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുള്ള, അടിവരയിട്ട് നമ്മെ തെര്യപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ മർമ്മപ്രധാനമാണ്. അദ്ദേഹത്തിന് കമ്മിറ്റി സ്വാഭാവികമായും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഖത്തീബ് എന്നുള്ളവർക്ക് ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് എന്തിന്റെ പേരിലാണ് നമ്മളിവിടെ ആദരം കൊടുക്കുക? എന്താണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുണ്ട്, ഒട്ടേറെ സാമൂഹിക സന്നദ്ധ സേവന രംഗങ്ങളിലൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്. ഏതർത്ഥത്തിലാണ് അദ്ദേഹത്തിന് നമ്മളൊരു ആദരവ് എഴുതണല്ലോ മാറ്റർ എന്ന് ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായ ചർച്ചയിൽ എന്നെയും പങ്കാളിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നാണ് നമുക്ക് എഴുതേണ്ടത്, ഒരു സോഷ്യൽ എഞ്ചിനീയർ. കൃത്യമായി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ഏതൊക്കെ അർത്ഥത്തിലാണ് ഒരു പള്ളി നിർമ്മിക്കാൻ പൈസ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു പള്ളിയുടെ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പൈസ മാത്രമല്ല, ആ പള്ളി കേന്ദ്രമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ഒട്ടേറെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് കൂടിയുള്ള അടിസ്ഥാനപരമായ നാന്ദി കുറിക്കലാണ് പള്ളി. പൈസ കൊടുക്കൽ മാത്രമല്ല, അതോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകരോട് എങ്ങനായിരിക്കണം നിങ്ങളുടെ മഹലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഉന്നതമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവെച്ചു എന്ന് 2 ആളുകളും പറഞ്ഞല്ലോ. ഒരാൾ മാത്രം പറയുകയാണെങ്കിൽ മൂപ്പര് മറ്റൊരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളിടയിൽ ഇങ്ങനെ പൊക്കി പറയാൻ തോന്നും. അങ്ങനെ അല്ലല്ലോ, അനുഭവമാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗവും നമ്മൾ കേട്ടല്ലോ. മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, നമ്മുടെ കടഞ്ഞി മഹല്ല് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എவ்விதമാണോ ഒരു മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സമൂഹത്തിൽ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടേണ്ടത്, ആ രീതിയിലേക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒട്ടേറെ രംഗങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് തിരിച്ചറിയുന്നു എന്നത് തന്നെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവാണ്, ഒരു ഗുണവശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, നമ്മുടെ നേതൃത്വത്തിന്, മഹല്ല് കമ്മിറ്റിക്ക് അതിനുള്ള കഴിവും ശേഷിയും ക്ഷേമശിയും സന്നദ്ധതയും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഇവിടെ വെച്ച് ആദരിച്ചവർക്കും ആദരവ് ഏറ്റുവാങ്ങിയവർക്കും ഈ സദസ്സിനുമൊക്കെ അറിയിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രഖ്യാപിച്ച 5000 ഉറുപ്പികയുടെ ആ കേശവാല് ബഹുമാനപ്പെട്ട ആബിദ് ഒരുപ്പെട്ട ഈ മക്കളോടുൾപ്പെടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ജീവിതം ഈ സമൂഹത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ആവശ്യമുണ്ട്. ഇപ്പൊ ഇത്രയും വലിയ മഴ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തായിരുന്നാലും ജാഗ്രത പുലർത്തണം. ഈ വെള്ളത്തിൽ പോയുള്ള കളി ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കൊക്കെ ഇപ്പൊ നമുക്കറിയാം, നിങ്ങളെ കാണും ഒരുപാട് കപ്പാസിറ്റി ഉള്ള ആളുകൾ. ഇപ്പൊ പൂനെയിൽ വെള്ളത്തിൽ പോയത് ഒരു ഫാമിലി അങ്ങനെ തന്നെ
അതിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള നിർത്തിയായിക്കൊണ്ട് സംഭവങ്ങൾ വെച്ച് എൻ്റെ പൊന്നുമക്കൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോൾ എന്തായി തീരും, ഭാരതത്തിൻ്റെ എന്തായി തീരും ചെയ്തില്ല എന്ന് നമുക്ക് പറയുകയില്ല. പക്ഷെ നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല നമ്മുടെ വ്യക്തിത്വത്തിന് ക്ഷതമേൽക്കരുത്, നമ്മുടെ ഭാവിക്ക് ക്ഷതമേൽക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരോടും പറഞ്ഞ് ഇനി ആരെയും ഈ വെള്ളത്തിൽ പോകുന്നത് അതുപോലെ കളി, തെറ്റായ കളി, 6 ശേഷം പുറത്തു വരുന്ന കളി ഇതൊക്കെ മാറി നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ മഴക്കാലം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ കുറച്ച് വലുതാൻ നിങ്ങൾക്ക് ഞാൻ നല്ല ടൂർ തരും. ഇപ്പോൾ നിങ്ങൾ ആക്ടിവല്ല പോയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം രാജസ്ഥാന്, താജ്മഹൽ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒക്കെ ഇവിടെ റെക്കോർഡിനെ സൂക്ഷിക്കും. നിങ്ങളൊക്കെ തരും എന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ. അടുത്തതായി 2 വാക്കുകൾ ആദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിമിതമായ സമയം, അതിനിടക്ക് വല്ലതും പറഞ്ഞാൽ ഇപ്പോൾ അതത്രമാത്രം യോജിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. അതൊരു മുഷിപ്പായി മാറും എന്ന് എനിക്കും അറിയാം. എന്നാലും ഇവിടെ കടഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെകളിൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വളരെ പിന്നോക്കമായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ട ആബിദ് ഖാൻ ഞങ്ങൾ സ്വന്തമായി സ്കൂൾ നടത്തുന്നിടത്ത് വരെ വളർന്നിട്ടുണ്ട് എന്നത് വലിയ കാര്യമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ പിറകെ വരുന്നുണ്ടെങ്കിലും എല്ലാം വരിഞ്ഞു മുറുക്കി ആബിദ് ഖായോടും ഇപ്പോൾ ഞങ്ങൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ചില ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ആബിദ് ഖായോട് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം നീണ്ട കാലത്തെ ബന്ധം, ആ ഖത്തറിലുള്ള കാലം മുതൽ ഇങ്ങോട്ടേയുള്ള ബന്ധം, ആ ബന്ധത്തിനിടയിൽ ആബിദ് ഖയും ഒരു തുറന്ന പുസ്തകമാണ്. ആബിദ് ഖയിൽ നിന്ന് പഠിച്ചെടുക്കാൻ ഒരുപാടുണ്ട്. ആ പഠിക്കുന്നിടത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകളാണ് ഞങ്ങളൊക്കെ. ഞാൻ ഖത്തറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആബിദ് ഖ പറഞ്ഞിരുന്നു, ഈ കഷ്ടപ്പാടിന്റെ കാലത്തൊക്കെ ഇവിടെ ജീവിച്ചിട്ട് ഇപ്പൊ ഖത്തർ നന്നാവുമ്പോ ഇനി പോന്നാന്ന് ചോദിച്ചൊരു ചോദ്യം ഇന്നും എൻ്റെ മനസ്സ് എന്നോട് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആബിദ് ഖ ഒരു പാഠപുസ്തകമാണ് എന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഫിനിക്സ് പക്ഷിയെ പറ്റി നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ആ ഫിനിക്സ് പക്ഷി വെണ്ണീരിൽ നിന്ന് പടർന്നുയർന്നു ലോകം കീഴ്പ്പെടുത്തിയ ഒരു കഥയുണ്ട് ഫിനിക്സ് പക്ഷിക്ക്. അതുപോലെ ആബിദ് ഖയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്നിടത്തേക്ക് ആബിദ് ഖ നടന്നെത്തുമ്പോൾ പിന്നിട്ട വഴികളൊക്കെയും അത്രമാത്രം സുഖകരമായിരുന്നില്ല. ആ വഴികളെയൊക്കെയും കഠിനാധ്വാനത്തിലൂടെ, കഠിന ശ്രമത്തിലൂടെ തരണം ചെയ്തുകൊണ്ട് ഇന്ന് കാണുന്ന നമ്മുടെ മുമ്പിൽ വന്ന് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നിടത്തേക്ക് ആബിദ് ഖ വളർന്നു വന്നതും ഇവിടെ ഇരിക്കുന്ന നമുക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇനി നാളെ പഠിക്കാനിരിക്കുന്നവർക്കുമൊക്കെ ആബിദ് ഖാന്റെ ജീവിതം തന്നെ ഒരു പഠന വിഷയമാക്കിയാൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാലം മാറി, ലോകവും ആ മാറ്റത്തിന് വിധേയമാകുകയാണ്. ഇന്നലെയിലെ കണ്ടുപിടുത്തങ്ങളും ഇന്നലെയുടെ അത്ഭുതങ്ങളും ഒക്കെ നാളെ ഒന്നുമല്ലാതാകുന്ന പുതിയ ലോകമാണ്. ഇവിടെ ആ ലോകത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ ആ ലോകത്തെ കീഴ്പ്പെടുത്താനുള്ള പോരാട്ടങ്ങളുടെയും മത്സരങ്ങളുടെയും ലോകമാണ്. +2 ഫുൾ A+ കിട്ടിയവർക്ക് സീറ്റ് കിട്ടാത്ത പുതിയ കാലത്ത് പഠനരംഗത്തുള്ള മത്സരങ്ങൾ അതിശക്തമായി നിലനിൽക്കുന്നു. ആഗ്രഹിച്ച സീറ്റും ആഗ്രഹിച്ച സ്കൂളും കിട്ടാതെ വിദ്യാർത്ഥികൾ നട്ടം തിരിയുന്ന പുതിയ കാലം. ഇവിടെയാണ് നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കടഞ്ഞി മഹല്ല് ജമായത്തും കിംജയും ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ആരെ പ്രോത്സാഹിപ്പിക്കുന്നു? ഭാവിയെ, നാളെയെ മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ ആബിദ് ഖ സൂചിപ്പിച്ചതുപോലെ ആഴക്കടലിൽ മീൻ പിടിക്കാൻ അന്ന് നിങ്ങൾക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും വേണ്ടി വരുമെന്ന് മഹാനായ CH എന്ന് പറഞ്ഞു. ആഴക്കടലിൽ മുക്കുവന്മാരോട്, കടൽ തൊഴിലാളികളോട് അന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ആഴക്കടലിൽ മീൻ പിടിക്കാൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും ആവശ്യമുള്ളൊരു കാലം വരുമെന്ന് 60കളിൽ നമ്മെ ഉണർത്തിയ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ആബിദ് ഖാനോട് പറയാനുള്ള ഒരു കണ്ണ് ഞങ്ങളുടെ മേലെയും ഉണ്ടാകണം. എല്ലാ മേഖലകളിലും, ഈ പരിസര പ്രദേശങ്ങളിലും, കേരളത്തിലെമ്പാടും മത, സാമൂഹ്യ, വിദ്യാഭ്യാസ, പ്രസിദ്ധീകരണ മേഖലകളിലൊക്കെയും തൻ്റെതായ അടയാളങ്ങൾ രേഖപ്പെടുത്തിയ ആബിദ് ഖാനോട് കടഞ്ഞിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഞങ്ങളതേരെയും
ഒരു നല്ല നോട്ടം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രിയപ്പെട്ട ആബിദ്ക്കാക്ക് ഉടയ തമ്പുരാൻ ദീർഘായുസ് നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, ഇപ്പൊ ഉള്ളതിലും ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലതിൻ്റെ കൂടെ നന്മയുടെ കൂടെ ഇനിയും നടക്കാൻ, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ, ഞങ്ങൾക്കൊക്കെ കരുത്താകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. നേരത്തെ ഈ ഒരു പരിപാടിയിൽ ഞാൻ സംസാരിക്കുന്നത്, നമുക്കറിയാം വളരെ കാലം മുമ്പ് നമ്മുടെ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് കടഞ്ഞി പ്രദേശം. ആ കടഞ്ഞി പ്രദേശത്തിനെ പറ്റി നമ്മളെക്കാളും ഏറെ അറിയുന്ന ആളാണ് ആബിദ്ക്ക. ആബിദ്ഖാന്റെ കുഞ്ഞക്കാലത്തൊക്കെ നമ്മുടെ പ്രദേശവുമായി ഒരുപാട് ബന്ധമുള്ള ആളാണ് ആബിദ്ക്ക. ആ ആബിദ്ക്ക 2000 ഇവിടെ ഒരു ലീഗ് ഹൗസ് നിർമ്മാണവുമായി ഖത്തറിലെത്തിയപ്പോൾ അന്ന് അദ്ദേഹം ഇത്ര വലിയൊരു സമ്പന്നര ഒന്നും ആയിട്ടില്ലെങ്കിലും കടഞ്ഞി എന്ന് പറയുമ്പോൾ അദ്ദേഹം അന്നും ആവേശത്തോടു കൂടി ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യം പറഞ്ഞപ്പോൾ അന്നും അദ്ദേഹം അകമകൈ സഹായിക്കുകയും നമ്മുടെ ഈ നാടിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആബിദ് ഖാനോട് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഈ നാട്ടിൽ ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഈ മുന്നോട്ടുള്ള ഭാവിയിൽ ഞങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമം നടത്തും. ഞങ്ങൾക്ക് ആബിദ് ഖാനോട് പറയാനുള്ളത്, ഒരുപാട് സമ്പന്നരെ നമ്മൾ നാടുകളിലൊക്കെ കാണാറുണ്ട്. പക്ഷേ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും മതപരമായ കാര്യങ്ങളായാലും രാഷ്ട്രീയപരമായ കാര്യങ്ങളായാലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളായാലും പ്രത്യേകിച്ച് ഭരതൻ മാഷ് അടക്കം ഇവിടെ വന്നത് സ്പോർട്സ് പരമായ കാര്യങ്ങളായാലും എല്ലാ കാര്യത്തിലും അദ്ദേഹം കൈയെത്താത്ത, അദ്ദേഹം സ്നേഹം നൽകാത്ത ഒരു കാര്യവും നമ്മുടെ നാടുകളിലില്ല. അതുപോലുള്ള ഒരാളുകളെ കിട്ടാൻ എല്ലാവരും പണമുണ്ടാക്കും. ഒരുപാട് സമ്പന്നര് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള പരിപാടിക്ക് അദ്ദേഹം മുന്നിട്ടിറങ്ങി അത് നടപ്പാക്കണം, അതിങ്ങനെ ചെയ്യണം, അതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ NM ഹൈസ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ അന്ന് ഉദ്ഘാടകനായി എത്തിയത് AM ഷംസീർ ആയിരുന്നു. അദ്ദേഹം ആബിദ് ഖാനെ കൊണ്ട് പറഞ്ഞത്, അദ്ദേഹം അന്ന് അന്തരിച്ചു പോയ CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണനോട് അദ്ദേഹം ഷംസീർ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഷംസീറിനോട് പറഞ്ഞു, ഖത്തറിലൊരു വിഷയം പറഞ്ഞപ്പോൾ നീ ആരെയും കാണണ്ട, അദ്ദേഹം തന്നെയാണ്, ഷംസീർ തന്നെയാണ് ആ പരിപാടിയിൽ പറഞ്ഞത്, നീ ഖത്തറിലെ കാര്യമാണെങ്കിൽ ആബിദ് ഖാനെ കണ്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ആബിദ് ഖാനിലേക്ക് അയച്ചതെന്നാണ് ഷംസീർ എന്ന് പറഞ്ഞത്. അത്രമാത്രം മഹത്വമുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഈ അവാർഡ് ദാനത്തിന്. അതോടൊപ്പം തന്നെ നമ്മളേറെ ഖേദിക്കേണ്ടവരുമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു മകൻ പോയപ്പോൾ TK സിനാൻ വെള്ളത്തിൽ വീണ് മരിച്ചപ്പോൾ നമ്മളേറെ ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ദുഃഖിക്കേണ്ടി വന്നു. പക്ഷേ നമ്മൾ ആരും കാണാതെ 2 മക്കൾ നമ്മുടെ അടുത്ത കുളത്തിലേക്ക് പോയി കുളിച്ചപ്പോൾ, ആ കുട്ടികൾ ആയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, ആ കുട്ടികളുടെ പ്രായമുള്ള മക്കൾ ആ കുട്ടികളെ ജീവനോടെ കരക്കെടുക്കുകയും ആ കുട്ടികൾക്കാണ് ഇന്ന് ആദരവ് കൊടുത്തത്. നമ്മുടെ നാട് എത്ര ആദരവ് കൊടുത്താലും ആ കുട്ടികളോടുള്ള കടപ്പാട് നമുക്ക് മാറുകയില്ല. പ്രിയപ്പെട്ട ആബിദ് ഖാൻ ഇവിടെ പ്രഖ്യാപിച്ചു, നിങ്ങൾ വലുതാകട്ടെ, നിങ്ങൾക്ക് ഞാനൊരു ടൂറ് നിങ്ങൾക്ക് നൽകുമെന്ന് അവരോട് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, ഈ നാട്ടിന്റെ എല്ലാ ആദരവും എല്ലാ സ്നേഹവും നിങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിങ്ങളാണ് ഈ നാട്ടിലെ 2 കുടുംബങ്ങളുടെ ആ എന്നേക്കുമായുള്ള വേദന അകറ്റാൻ ആ മക്കൾക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ അവാർഡ് ദാനവും ഈ പരിപാടിയും ഒക്കെ സംഘടിപ്പിച്ച മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയെ ആദരവും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
എല്ലാവരും ഇവിടെ ആബിദ് ഖാനെ മുക്തകണ്ഠം പ്രശംസിച്ചു. ആബിദ് ഖാൻ ഒരുപാട് സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യും. എന്താവശ്യത്തിന് ആബിദ് ഖാനെ വിളിച്ചാലും ഓഫീസിൽ പോയി പൈസ വാങ്ങിച്ചോളാൻ 1-2 പ്രാവശ്യം എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മളെല്ലാവരും ആശംസകൾ അർപ്പിച്ചു, അവാർഡുകൾ വിതരണം ചെയ്തു. ഇനി അങ്ങോട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള ചിന്തകൾ, അവരെന്താവുന്നു, അവരെങ്ങോട്ട് പോകുന്നു, അവരുടെ വിദ്യാഭ്യാസം എവിടെ പോയി നിൽക്കുന്നു എന്നത് ചർച്ച ചെയ്യാൻ നമ്മൾ ഇതുവരെ ആരും ഇവിടെ തയ്യാറായിട്ടില്ല. ഇനി അങ്ങോട്ട് ഇവിടെ കടഞ്ഞിയിൽ ജലീൽ മാഷിന് അവാർഡ് കൊടുത്തു. അവാർഡ് കൊടുത്തത് നിശബ്ദമായി അധ്യാപകരെ കൊണ്ടുവന്ന് ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ ജലീൽ മാഷ് ആദരിക്കപ്പെട്ടു. ആ ജലീൽ മാഷിനെ പോലത്തെ ഒരുപാട് ആളുകൾ, കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളെ സഹായിക്കാൻ TK ഹാരിസിനെ പോലത്തെ ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ സ്ഥിരമായി വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്നവരുണ്ട്. അവരൊന്നും സജീവമായി ഇതിൻ്റെ അകത്ത് മുഴുവനായും പ്രവർത്തിക്കാൻ അവർക്കും കഴിയുന്നില്ല. ഇനി അങ്ങോട്ട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു പ്ലാനോടുകൂടി ജലീൽ മാഷിനെ പോലത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഒരുപാട് കഴിവുള്ള, നമ്മുടെ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസപരമായി മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ഉസ്താദ് ഇവിടെ ഉണ്ട്. അവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാഭ്യാസ വിങ് നിങ്ങൾ ഇവിടെ രൂപീകരിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉയർന്ന നിലവാരം പുലർത്തുന്നവർക്കൊക്കെ സീറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഒരുപാട് പേര് ഇന്നും +2 അഡ്മിഷൻ ലഭിക്കാതെ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾക്കും ഒരു പരിഗണന മഹല്ല് കമ്മിറ്റി നൽകണം. അവരെയും കൂടി കൈപിടിച്ച് ഉയർത്തുന്ന തരത്തിലേക്ക് മഹല്ല് കമ്മിറ്റി മുന്നോട്ട് വരണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്കും ഈ ഉയർന്ന നിലവാരത്തിൽ മാർക്ക് നേടിയവർക്കും ഈ നാടിൻ്റെ സങ്കടങ്ങളെ വലിയ സങ്കടമാവുമായിരുന്ന ആ 2 മക്കളുടെ ജീവനെ കരക്കെത്തിച്ച 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വൈകിയ വേളയിൽ നമ്മുടെ കിംജ അബുദാബിയിലെ 35 വർഷത്തോളമായിട്ടുള്ള ഈ കമ്മിറ്റിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും വേദനകളും സഹിച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഇടം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മഹല്ല് ഭാരവാഹികളെ, കിംജ അബുദാബിയുടെ പ്രവർത്തകന്മാരെ, ഇന്നിവിടെ നടന്ന അവാർഡ് ദാനത്തിൽ നമ്മോട് ഒരു മോട്ടിവേഷൻ പോലെ ക്ലാസ് എടുത്ത് നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയ പ്രിയപ്പെട്ട ആബിദിക്ക് ഈ മഹല്ല് കമ്മിറ്റിയുടെയും കിംജ അബുദാബിയുടെയും പേരിൽ ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതേപോലെ ഇവിടെ ആശംസ അർപ്പിച്ച ബഹുമാനപ്പെട്ട ഭരതൻ മാസ്റ്റർ, ടി മഹ്റൂഫ്, ആവലം ബഷീർ, റഹീസ്, അസീസ്, മറ്റു എല്ലാവരെയും, അതേപോലെ നമ്മുടെ പിഞ്ചു മക്കളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശ്രീഹരി, ഋതുനാഥ് എന്നിവരെയും, അതേപോലെ പ്രിയപ്പെട്ട ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും മഹല്ല് കമ്മിറ്റിയുടെയും കിംജ അബുദാബിയുടെയും പേരിൽ ഹാർദവമായി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.